Good evening, kiddos. Good evening. Good evening, Chechi. Good evening. Good evening. ഇറങ്ങിക്കയറട്ടെ, എനിക്ക് ശബ്ദം കിട്ടണില്ല. പ്രയർ സ്റ്റാർട്ട് ചെയ്തോടെ നമുക്ക്. സ്റ്റാർട്ട് ചെയ്തോടാ. ആരെങ്കിലും പ്രയർ ഇല്ലേ? ഗുഡ് ഈവനിങ്. Good evening, ma'am. Good evening, ma'am. Ma'am. Good evening, ma'am. Good evening. Okay. Please. Anyone, please? Ma'am, prayer illa. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും എന്നും അറിയാതെ തോന്നിടമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും എന്നും അറിയാതെ തോന്നിടമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നിടമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നിടമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും എന്നും അറിയാതെ തോന്നിടമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നും എന്നും അറിയാതെ തോന്നിടമേ. താങ്ക് യു മാം. Okay, we can start. നിങ്ങളുടെ മോഡ്യൂൾ 3യുടെ ഒരു റിഫ്രഷിംഗ് ഒരു ബ്രീഫിംഗ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടൈമിൽ കാണുന്നത്. ബിഫോർ ദാറ്റ് ആ ഒരു 10 ക്വസ്റ്റ്യൻസ് വരുന്ന അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ലല്ലോ? ഇല്ല മാം. അത് പറഞ്ഞിട്ട് ഇതിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഞാനതൊരു നോട്ട്ബുക്കിലാണ് ഞാൻ എഴുതിയത്. അന്ന് ഒരു 120 പേജസിന്റെ ഒരു നോട്ട്ബുക്ക്, വലിയ കോളേജ് നോട്ട്ബുക്ക് അല്ല, ഒരു മീഡിയം സൈസ്. ഇതാണ് വലിയ കോളേജ് നോട്ട്ബുക്ക്. രണ്ട് സൈസും കൂടെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ മനസ്സിലാവുമായിരിക്കും. എന്നെ നിങ്ങൾ തന്നെ പിൻ ചെയ്തോളൂ, ബിക്കോസ് ഐ ആം നോട്ട് ദ ഹോസ്റ്റ്. അങ്ങനെ നമ്മുടെ ഹോസ്റ്റ് ലീവ് ആയിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ പിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് ഷെയർ ചെയ്യട്ടെ.
അതെങ്ങനെയാ മാം പിൻ ചെയ്യാൻ? നമ്മളുടെ ഹോസ്റ്റ്, അതായത് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹോസ്റ്റ് ഉണ്ടല്ലോ, ഹോസ്റ്റിനാണ് പിൻ ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ തന്നെ പിൻ ചെയ്യാം. നമ്മളുടെ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 3 ഡോട്ട്സ് കാണാം, മോർ ഓപ്ഷൻസ് എന്ന്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിൻ എന്നുള്ള ഓപ്ഷൻ കാണും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഏത് പ്രൊഫൈലാണോ പിൻ ചെയ്തത് ആ പ്രൊഫൈല് സ്ക്രീനിൽ കുറച്ച് വലുതായിട്ട് കാണാൻ പറ്റും. ചെയ്തു മാം. ചിലർക്ക് അങ്ങനെ വരുള്ളൂ മാം. ചിലർക്ക് ലോങ് പ്രസ് ചെയ്യണം തോന്നുന്നു കേട്ടോ. പ്രൊഫൈല് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ആ 3 ഡോട്ട്സ് വരും. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ പിൻ ഓപ്ഷൻ വരും. അങ്ങനെ ക്ലിക്ക് ചെയ്താലും മതിയാവും. ഗുഡ് ഈവനിങ് മാം. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ഓൺലി ആ 10 ക്വസ്റ്റ്യൻസേ കിട്ടിയിട്ടുള്ളൂ. അതെങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. കുറച്ച് ചെറിയ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. സോ ഈ അസൈൻമെന്റ് ശരിക്കും PG സ്റ്റുഡൻസിന് മാത്രമുള്ളതായിരുന്നു. ബട്ട് എനിക്ക് തോന്നി 2 പേരെ കൊണ്ടും ഇത് ചെയ്യിക്കണം എന്നൊന്ന് തോന്നി. കാരണം അപ്പം ഡിപ്ലോമ സ്റ്റുഡൻസിനും ഒരു ഐഡിയ കിട്ടുമല്ലോ, വാട്ട് ഇസ് ആക്ച്വലി സ്കൂൾ മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ, സ്കൂൾ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 2 പേരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് മിനിമം 3 ബുക്സ് relating with school organization and school management and write your reviews about the books. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ബുക്സ് വാങ്ങാനൊന്നും പോകണ്ട. കാരണം നമുക്ക് അത്ര യൂസ്ഫുൾ ഒന്നും ആകണമെന്നില്ല ഈ 3 ബുക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വലിയ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് റെഫർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ PGയുടെ സബ്ജക്റ്റിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട് റിലേറ്റഡ് വിത്ത് ദിസ്. ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ ഈ ടൈറ്റില് ഗൂഗിളിൽ സെർച്ച് ചെയ്തു, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് റിലേറ്റഡ് ബുക്സും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്തപ്പോൾ കുറെ ഓതേഴ്സിന്റെ ബുക്സ് ഈ ടോപ്പിക് റിലേറ്റഡ് കിട്ടി. നമ്മൾ ഓൺലൈനായിട്ട് ബുക്സ് വാങ്ങുമ്പോൾ നമുക്ക് വാങ്ങിക്കുന്നതിന് മുമ്പ് അതിന്റെ കുറച്ച് പോർഷൻ ഒരു ബ്രീഫിംഗ് ഫ്രീ ആയിട്ട് വായിക്കാൻ കിട്ടും. വായിച്ചു നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വാങ്ങാം. ആ രീതിയിൽ നിങ്ങൾ ബുക്ക് സെർച്ച് ചെയ്യും. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതുപോലെ കാണും. അത് മാത്രമല്ല, അതിന്റെ താഴെ നോക്കുമ്പോൾ കുറെ ആളുകള് ഈ ബുക്ക് വായിച്ചിട്ട് അവരുടെ നല്ല റിവ്യൂസ് കൊടുത്തിട്ടുണ്ടാവും. ആ റിവ്യൂസും വായിക്കുക. അങ്ങനെ ആ ഒരു കളക്ഷനിൽ നിന്ന് ബുക്കിന്റെ ഒരു ബ്രീഫിംഗ് കാണുമായിരിക്കും. അതിൽ നിന്നും ആ താഴെ എഴുതിയിരിക്കുന്ന റിവ്യൂസിൽ വെച്ചിട്ട് ആ ബുക്കിനെ കുറിച്ച്, ആ ബുക്കിന്റെ കണ്ടന്റ് എന്താന്നുള്ള ഒരു ബ്രീഫ് ആയിട്ട് എഴുതിയിരിക്കുക. ഞാൻ ഏകദേശം ഞാൻ കാണിച്ച നോട്ട്ബുക്കിന്റെ ഒരു 1.5 പേജ് എഴുതിയിട്ടുണ്ട് ആദ്യത്തെ ബുക്കിനെ കുറിച്ചിട്ട്. 1.5 പേജസിൽ എനിക്കത് തീർന്നു. എന്താണ് ആ ബുക്ക് ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. ഞാൻ ആദ്യം റെഫർ ചെയ്ത ബുക്ക് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഓതർ കുൽബീർ സിംഗ് സിദ്ധു. ഈ ബുക്കാണ് ഞാൻ വായിച്ചത്. ഈ ബുക്കില് സ്കൂൾ ഓർഗനൈസേഷനെ കുറിച്ചും മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചും നല്ലപോലെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി. പിന്നെ കുട്ടികളുടെ റൈറ്റ്സിന് വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന രീതിയിലാണ് ഓതർ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അതും എഴുതി. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം, ബിൽഡിംഗ്, എക്യുപ്മെന്റ്സ്, മെയിൻ്റനൻസ്, അങ്ങനെ എന്തെല്ലാം ആ സ്കൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടോ അതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഏറ്റവും നല്ല ഒരു റെഫറൻസ് ആണ് ഈ ബുക്ക്. അങ്ങനെയും ആരുടെയോ റിവ്യൂല് വായിച്ച് അത് എഴുതിയതാണ്. രണ്ടാമത്തെ ബുക്ക് സ്കൂൾ മാനേജ്മെന്റ്, ഓതേഴ്സ് 2 പേര് ചേർന്ന് എഴുതിയിരിക്കുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോന്ന് അറിയില്ല, സർനെയിം കണ്ടിട്ട് അങ്ങനെ തോന്നി. M ഡാഷ് ആൻഡ് നീന ഡാഷ്, അവരുടെ സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ളൊരു ബുക്ക്. അതില് സ്കൂൾ മാനേജ്മെന്റിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെഡ് മാസ്റ്ററുടെ ഇമ്പോർട്ടൻസ്, ടീച്ചർമാരുടെ റോള്, പിന്നെ ടൈം ടേബിൾ, റിപ്പോർട്ട് കാർഡ്, അറ്റൻഡൻസ് രജിസ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് BEdന് പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റികളിൽ BEdന് പഠിക്കുന്ന സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. അങ്ങനെ എനിക്ക് 1 പേജ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്ര ആ ഒരു പേജിൽ അതങ്ങ് കഴിയും. ജസ്റ്റ് ആ ഒരു ബ്രീഫിംഗ് മതി ആ ബുക്കിനെ കുറിച്ച് എന്തൊക്കെയാ അറിയാവുന്നുള്ളത്. അടുത്തതും ഒരു പേജിലായിരുന്നു. മൂന്നാമത്തെ ബുക്ക് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഓതർ SK കൊച്ചാർ.
ഐ തിങ്ക് അങ്ങനെയാണ് സ്പെല്ല് ചെയ്യുന്നതെന്ന് വിചാരിക്കണം. KOCHHAR. എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള വർക്ക് ചെയ്യുന്ന ആർക്കും ഈ ബുക്ക് വാങ്ങിക്കുവാണെങ്കിൽ അവർക്ക് സ്കൂൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഇതിനെ കുറിച്ചെല്ലാം അതിൽ നല്ലപോലെ പറയുന്നുണ്ട്. പിന്നെ ഹെഡ് മാസ്റ്ററിന്റെ റോള്, ടീച്ചറുടെ റോള്, പീപ്പിൾ സ്റ്റുഡൻസിന്റെ കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. പിന്നെ ലൈബ്രറി, ഓഫീസ് അങ്ങനെയുള്ള കുറച്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പുതുതായി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഒരു നല്ലൊരു ഗൈഡാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. സ്കൂളിന്റെ കരിക്കുലം അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കുട്ടിക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഈ ബുക്കില് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ യോഗയുടെ ഇമ്പോർട്ടൻസും സ്പെസിഫിക് ആയിട്ട് ഈ ബുക്കിൽ പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളായിരുന്നു അത്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? സെക്കൻഡ് വൺ ഇത് മാം ക്വസ്റ്റ്യൻസ് ഇത് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. ഉണ്ടല്ലോ. കിട്ടി. ക്ലാസ് റൂമിലുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ മേക്ക് മോഡൽസ് ഓഫ് ഓൾ ടൈം ടേബിൾസ്. എല്ലാ ടൈം ടേബിൾസിന്റെ മോഡൽസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസിന്റെ ടൈം ടേബിൾ, ടീച്ചറുടെ ടൈം ടേബിൾ, അതുപോലെ തന്നെ പ്രിൻസിപ്പൽസിന്റെ ടൈം ടേബിൾ. അപ്പൊ ഞാൻ ചെയ്തത് ഞാൻ പറയാം. ഞാൻ ഒരു KG സെഷന്റെ ടൈം ടേബിൾ ആണ് ഞാൻ എഴുതിയിട്ടത്. LKG UKG. അപ്പൊ അവർക്ക് ഒരു ദിവസം 6 പീരീഡ് എന്നുള്ള രീതിയിലാണ് ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നത്. മോർണിംഗ് സെഷനിൽ 3 പീരീഡ്, ആഫ്റ്റർനൂൺ അഗെയിൻ 3 പീരീഡ്സ്, അങ്ങനെ ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ ആണ് ടൈം ടേബിൾ വരുന്നത്. അപ്പൊ അതിലെ സബ്ജക്റ്റ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മാത്സ്, മലയാളം, ഹിന്ദി, IT, ഡാൻസ്, മ്യൂസിക്, പിന്നെ കേഴ്സീവ് റൈറ്റിംഗ്, പ്ലേ, കളറിംഗ്, GK, അങ്ങനെ സ്റ്റോറി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആണ് ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 6 പീരീഡ് വരുന്ന ടൈം ടേബിൾ അങ്ങനെ സെറ്റ് ചെയ്തു. നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ടൈം ടേബിൾ നോക്കി ഒരു ഐഡിയ കിട്ടും. ഇനി അതേ സ്കൂളിലെ ടീച്ചേഴ്സ് എന്ന രീതിയിലാണ് ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. LKG UKG. ഇപ്പൊ LKGയിൽ 2 ഡിവിഷൻ, 1ഉം 2ഉം, UKGയിലും 2 ഡിവിഷൻ, 1ഉം 2ഉം. ഓക്കെ, ടീച്ചേഴ്സ് ടൈം ടേബിൾ. ഓക്കെ, ഇപ്പോ ടീച്ചേഴ്സ് ടൈം ടേബിൾ, ഇപ്പൊ നമ്മളാണ് ടീച്ചർ എന്ന് വിചാരിക്കുക, നമ്മൾ ഏത് ക്ലാസ്സിലൊക്കെ പോകണം എന്നുള്ള രീതിയിൽ ആ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അപ്പൊ 6 പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോ LKGയിലും LKG 1ലും 2ലും പോകുന്നുണ്ട്, UKG 1ലും 2ലും ഞാൻ പോകുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും 6 പീരീഡിൽ 5 പീരീഡ് ഞാൻ വർക്കിംഗ് ആയിരിക്കും, 1 പീരീഡ് എനിക്ക് ബ്രേക്ക്. ആ ഒരു രീതിയിലാണ് ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു ദിവസം LKG 1ല് പോകുന്നുണ്ട്, LKG 2ലും പോകുന്നുണ്ട്, UKG 1ലും പോകുന്നുണ്ട്, UKG 2ലും പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്തത് വെച്ചിട്ട് മൺഡേ LKG 1ല് 2 പീരീഡ്സ് വരുന്നുണ്ട്. ട്യൂസ്ഡേ വരുമ്പോൾ LKG 2ല് 2 പീരീഡ്സ് വന്നു. പിന്നെ വെനസ്ഡേ UKG 2ല് 2 പീരീഡ് വന്നു. തേഴ്സ്ഡേ UKG 1ല് UKG 2ല് 2 പീരീഡ്സ്. പിന്നെ ഫ്രൈഡേ, അങ്ങനെയൊക്കെ രീതിയിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. UKG 1ല് 2 പീരീഡ്. ആ ഒരു രീതിയിൽ ആണ് ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാം ഇപ്പൊ ഹോം ടീച്ചർ അല്ലേ, ഒരു ക്ലാസ് ഒരു ടീച്ചർ എന്ന നിലയിലല്ലേ ഇപ്പൊ ഉള്ള? അപ്പൊ ആ രീതിയിലാ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. മനസ്സിലായോ? ഞാൻ എഴുതിയ ഒരു മോഡൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ് ഈസ് 8 years back. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഞാൻ ടൈം ടേബിൾ പറഞ്ഞത്. ഇപ്പൊ ടീച്ചർമാരുടെ ടൈം ടേബിൾ അവർ ഏത് ക്ലാസ്സിൽ പോകുന്നു ആ ടൈം ടേബിൾ ആണ്. KG സെഷൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സബ്ജക്റ്റ് ആയിരിക്കില്ല മിക്കവാറും എടുക്കുന്നത്, പലതും എടുക്കേണ്ട വരും അല്ലെ. ഈവൻ 4th സ്റ്റാൻഡേർഡ് വരെ മാം ആ 1 വീക്കിനുള്ള 6 ദിവസത്തിനുള്ള ആ 6 ടൈം ടേബിളും നമ്മൾ കുട്ടികൾക്കാണെങ്കിലും 6 ടൈം ടേബിൾ, ടീച്ചർക്കാണെങ്കിലും 6, അങ്ങനെയാണോ മാം ചെയ്യുന്നത്? 6 ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. മീൻസ് 1 വീക്കിനുള്ള ആ ഒരു ടൈം ടേബിൾ ആണോ? മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ഡേയ്സിൽ ടൈം ടേബിളിൽ 6 പീരീഡ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 പീരീഡ് മോർണിംഗും 3 പീരീഡ് ആഫ്റ്റർനൂൺ എന്നുള്ള സെറ്റ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-2 ആക്കാം, 5 പീരീഡ്സ് ആക്കാം. ദാറ്റ്സ് അപ് ടു യു. KG സെഷൻ അല്ലേ, KG സെഷനാ ചെയ്യുന്നെങ്കിൽ നമുക്ക് കാര്യമായ ഇതൊന്നും വേണ്ടല്ലോ.
പിന്നെ പ്രിൻസിപ്പിൾസിന്റെ ടൈം ടേബിൾ ആണ് ഭയങ്കര കൺഫ്യൂസിങ് എനിക്കായത്. പക്ഷെ തന്നെ നമ്മൾ ചെയ്യേണ്ടതൊന്നും കാരണം നമുക്ക് അങ്ങനെ സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്രിൻസിപ്പിളും ഞാൻ ഈ സ്കൂളിനെ ഞാൻ കുട്ടികളുടെ ടീച്ചറുടെ ടൈം ടേബിൾ വെച്ച് അതേ സ്കൂളിന് റെഫറൻസ് ആക്കിയിട്ടാണ് പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ എഴുതിയത്. അതിന് പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കണം? എന്തിനാണ് പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ? ഏത് ടീച്ചർ ഏത് ക്ലാസ്സിലാണ്? പറഞ്ഞു. ടീച്ചർ ഏത് ക്ലാസ്സിലാണെന്ന് അറിയാനായിട്ട്. അങ്ങനെയായിട്ട് ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചറാണ് ഒന്നറിയാം. ഇപ്പൊ പ്രിൻസിപ്പളിന്റെ റൂമിൽ ക്യാമറയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പ്രിൻസിപ്പളിന് അറിയാം ഏത് ക്ലാസ്സിൽ. എന്നാലും ഒരു ടൈം ടേബിൾ ആയിട്ട് അവരുടെ കയ്യിലുണ്ടാവും. ഏതെങ്കിലും ടീച്ചർ ലീവ് ആവുമ്പോൾ ആ ക്ലാസ്സിന്റെ ടൈം ടേബിൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാലോ. ഓക്കെ, ഞാൻ അത് കാരണം KG 2 സെക്ഷൻസ് ഉണ്ട്, UKG 2 സെക്ഷൻസ് ഉണ്ട്, LKG 2 സെക്ഷൻ, അങ്ങനെ എസ് ക്ലാസ് ഒബ്സർവേഷൻ നടത്തി. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ 6 ടീച്ചർമാരെ ടോട്ടൽ എടുത്തു. അതിന് T1, T2, T3, T4, T5, T6 എന്ന് പേര് കൊടുത്തു. അപ്പൊ നമുക്ക് 4 ക്ലാസ്സസ് ഉണ്ട്, LKG 1, LKG 2, UKG 1, UKG 2. ഈ 4 ക്ലാസ്സിൽ അറ്റ് എ ടൈം ഒരു ടീച്ചർ ഉണ്ട്. അപ്പൊ 4 ടീച്ചർമാര് ആ 4 ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. ബാക്കി 2 ടീച്ചേഴ്സ് ആ സമയത്ത് ബ്രേക്ക് ആയിരിക്കും. അടുത്ത രണ്ടാമത്തെ പീരീഡിലും 4 ക്ലാസ്സിൽ 4 ടീച്ചേഴ്സ് പോകും, 2 പേർക്ക് ഫ്രീ ആയിരിക്കും. ആ രീതിയിൽ 2 പേർക്കും വരുന്ന ഫ്രീ ടൈം, ഈ ഫ്രീ ടൈം എല്ലാവർക്കും ഒരേപോലെ വരുന്ന രീതിയിൽ അത് ടൈം ടേബിൾ സെറ്റ് ചെയ്തു. അത് കുറച്ച് പണി ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യാലല്ലേ? ഇപ്പൊ ടീച്ചേഴ്സിനെ എല്ലാം കൂട്ടാൻ അവർക്ക് അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പൊ 3 ടീച്ചേഴ്സ് ഓക്കെ. ഞാൻ ചെയ്ത മെത്തേഡാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ടൊക്കെ കിട്ടുമായിരിക്കും. ഇത് കണ്ടാവൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഫസ്റ്റ് മൺഡേയിൽ ഓരോ ക്ലാസ്സിലും കയറിയിരിക്കുന്ന ടീച്ചർമാരുടെ ഇങ്ങനെ T1, T2, T3, T4, T5, T6 എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏത് ടീച്ചറാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ അത് സെറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ മൺഡേ ടു ഫ്രൈഡേ അത് ചെയ്യുക. പിന്നെ വിസിറ്റ് എ പ്രീ സ്കൂൾ വർക്കിംഗ് ഇൻ ഗുഡ് വേ ആൻഡ് റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ സ്കൂൾ. പലരും ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടാകും. നിങ്ങൾക്ക് അത് വെച്ചിട്ട് എഴുതാം. നിങ്ങളൊരു പ്രീ സ്കൂൾ വിസിറ്റ് ചെയ്തത്, അതിന്റെ രീതികളും കാര്യങ്ങളും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അങ്ങനെ എഴുതാം. നമ്മുടെ സ്വന്തം കുട്ടികൾ പഠിച്ച സ്കൂളോ പഠിക്കുന്ന സ്കൂളോ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി എഴുതാം. ദാറ്റ് ഇസ് അപ്പ്. പിന്നെ മേക്കിംഗ് എ FAQ, ഒരു ഫ്രീക്വന്റ്ലി ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഫോർ എ ന്യൂലി സ്റ്റാർട്ടിംഗ് സ്കൂൾ. പുതുതായി ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ കൺസേൺസ് പാരന്റ്സിന് ഉണ്ടാവും, കുറെ ക്വറീസ് ഒക്കെ ഉണ്ടാവും, ഒരു ഡൗട്ട്. നമ്മളിപ്പോ നമ്മുടെ കുട്ടിയെ ആ സ്കൂളിൽ ചേർക്കാൻ പോവുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവും. നമ്മളത് എൻക്വയറി സെഷനിൽ വിളിച്ചിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കുറേ ചോദിക്കില്ലേ. അങ്ങനെ FAQs പാരന്റ്സ് സാധാരണയായിട്ട് പബ്ലിക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും. ഞാനൊരു 12 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ്, നിങ്ങൾക്ക് 10 or 12 എത്രയെന്ന് വെച്ചാൽ എഴുതാം. വാട്ട് ഈസ് ദ ടൈമിംഗ് ഓഫ് ദ സ്കൂൾ? ആൻസർ 10 AM to 3 PM. Whether conveyance is providing? Yes. How many working days per week? 5 days per week, Monday to Friday. Is there uniforms? Yes. From where we will get uniforms? School will provide uniforms for every kid. Is there only one uniform? No. Wednesday we have different type of uniform. Other 4 days same color uniform, which will be given in 2 pairs. What are the other materials the children have to bring? Children should bring bag, lunch, water bottle, snacks and umbrella if needed. What about textbooks and notebooks? All the books will be provided from the school itself. Is there any extracurricular activities? Yes, dance and music. What is the fee structure? Fee details are given in the brochure itself. If any doubt, you can contact the telephone number given in the brochure. Is there any evaluation? Yes, weekly and monthly evaluations are there. Is there any PTA meeting? Yes, monthly there is PTA meeting. ഇത്രയാണ് ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏതെങ്കിലുമൊക്കെ ചേർക്കണോ, റെലവെന്റ് ആയിട്ട് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ്. ഓക്കെ,
Next, write about good preschool teachers and finding out their qualities. Minimum 3 persons. Minimum 3 preschool teacher എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ preschool teachersന് ഓർമ്മയില്ലെങ്കിൽ any teacher you can write. Okay. Minimum 3 persons. അവരെ പറ്റി എഴുതുക. ഞാൻ എഴുതിയത് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ മോണ്ടിസോറി സ്കൂളിലെ ഡയറക്ടർ ആയിരുന്ന അജി സാറിനെ കുറിച്ചായിരുന്നു എഴുതിയത്. പിന്നെ ഞാൻ എൻ്റെ മോനെ LKG പഠിപ്പിച്ച ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ ആൻഡ്രീറ്റയെ കുറിച്ച് എഴുതി. പിന്നെ ഞാൻ നഴ്സറി പഠിച്ചപ്പോ എന്നെ പഠിപ്പിച്ച കനക ടീച്ചറെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. അങ്ങനെ 3 പേര് എനിക്കതായിരുന്നു. ഇറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. ദെൻ റൈറ്റ് അബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ പ്രീ സ്കൂൾ ടീച്ചർ. ഒരു പ്രീ സ്കൂൾ ടീച്ചറിന് വേണ്ട ക്വാളിറ്റീസ് അത് എഴുതാം. വാംത്ത്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, ക്വാളിഫിക്കേഷൻ വേണം, ബട്ട് ടുഗദർ വിത്ത് ഷീ ഷുഡ് ബി ഗുഡ് അറ്റ് ഹർ. മെന്റൽ കൺട്രോൾ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കപ്പാസിറ്റി ടു കൺട്രോൾ 5 എക്സ്റ്റേണൽ ആൻഡ് 5 ഇന്റേണൽ സെൻസസ്. മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ എഴുതി. പിന്നെ ഫുൾ കമ്മിറ്റ്മെന്റ് ആൻഡ് ഡെഡിക്കേഷൻ. പിന്നെ കുട്ടികളുടെ നീഡ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ പാരന്റ്സിന്റെയും ഒരു എൻകറേജിങ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കുട്ടികളെ റെസ്പെക്ട് ചെയ്യണം വിത്തൗട്ട് സ്കെയറിംഗ് ദം. അവരെ പേടിപ്പിക്കാതെ അവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ കുറെ കുട്ടികൾ ഉണ്ടാവും, പാർഷ്യൽ ആയിരിക്കരുത്. പിന്നെ സംടൈംസ് ലെസൺസ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചില കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ചില കുട്ടികൾക്ക് ഫസ്റ്റ് ടൈം പറയുമ്പോൾ തന്നെ മനസ്സിലാകും അല്ലെ. അങ്ങനെ വരുമ്പോൾ ഇറിറ്റേഷൻ ആവരുത്, ഒട്ടും ഫ്രസ്ട്രേറ്റഡ് ആകരുത്. ഇങ്ങനെ ഓരോ എക്സ്പീരിയൻസിന്ന് കേട്ടോ. അവിടെ നോക്കി എഴുതിയ കാര്യങ്ങളൊന്നും അല്ല ഇത്. എനിക്ക് ശരിക്കും അത് കുറേ ഉണ്ടായിരുന്നു എഴുതാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ബുക്കിന്റെ 1, 2, 3, 4.5 പേജസ് പ്രീ സ്കൂൾ ടീച്ചറിന്റെ ക്വാളിറ്റീസ്. കാരണം അത്രയും വർഷം ഞാൻ പഠിച്ച് പല ടീച്ചർമാരെയും കണ്ടത് കൊണ്ടാണ് അത്രയും എഴുതാൻ പറ്റിയത്. പിന്നെ കുട്ടികളുടെ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ടീച്ചർമാരെ കണ്ടിട്ടുള്ളതും, അതുപോലെ എന്തെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ പല പല സ്കൂളുകളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലുമുള്ള ടീച്ചർമാരെ കണ്ടിട്ടുള്ളതും, പിന്നെ എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ടീച്ചേഴ്സിനെ കണ്ടിട്ടുള്ളതും, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യത്തിൽ നിന്നാണ് ഇത് എഴുതിയത്. ശരിക്കും മോണ്ടിസോറി മെത്തേഡിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒട്ടും ഗൂഗിൾ ചെയ്യാൻ തോന്നില്ല. എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ നമുക്ക് തന്നെ ചെയ്യണം എന്നൊരു ഫീല് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അതാ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൂഗിളിലേക്ക് നമുക്ക് റെഫർ ചെയ്യാം, പക്ഷെ റെഫർ ചെയ്ത് കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും. അത് ഏത് പ്രായമാണെങ്കിലും ശരി, 20+ ആണെങ്കിലും 30+ ആണെങ്കിലും 40+ ആണെങ്കിലും 50+ ആണെങ്കിലും 60+ ആണെങ്കിലും നമ്മൾ തന്നെ ചെയ്യും. ആ ഒരു ഡിഫറൻസ് ഈ മെത്തേഡിനുണ്ട്. അല്ലാതെ ഒട്ടും നമ്മൾ അസൈൻമെന്റ് ഒക്കെ തരുന്നതൊക്കെ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ വളരുമല്ലോ, യു ഓൾസോ ഡെവലപ്പിംഗ്. നെക്സ്റ്റ് ബയോഗ്രഫി കാണാൻ പറ്റുന്നില്ല. ഓഫ് വേൾഡ് നോൺ ബെസ്റ്റ് ടീച്ചേഴ്സ്. നമ്മുടെ വേൾഡ് നോൺ ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരെ കുറിച്ച് എഴുതാം. മിനിമം 5 persons ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു 10 പേരെ പറ്റി എഴുതിയിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ, ആനി സുലവൻ. ആരാ ആനി സുലവൻ? ആരാ ആനി സുലവൻ? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ടീച്ചറാണ്. ആരാ അവര്? ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ ടീച്ചറായിരുന്നു. ഒരു 49 വർഷത്തെ റിലേഷൻഷിപ്പാണ് ആനി സുലവനും ഹെലൻ കെല്ലറുമായിട്ട്. ഇതിൽ ഹെലന് സംഭവിച്ച പോലെ തന്നെ ആനി സുലവന് സംഭവിച്ചിട്ടുണ്ട്. ഹെലൻ ഒരു 19 months 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴാണെന്നാണ് തോന്നുന്നത്. 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഹെലൻ കാഴ്ചയും പോയി കേൾവിയും പോയി. ഹെലന് ഒരു മെനിഞ്ചൈറ്റിസ്, ഒരു മസ്തിഷ്കപ്പനി വന്നിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഹെലൻ ഫ്രസ്ട്രേറ്റഡ് ആവുക. അങ്ങനെ അല്ലാണ്ട് ബൈ ബർത്ത് ഹെലൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ഹെലൻ ഒരു നോർമൽ കുട്ടിയായിരുന്നു. ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോഴാണ് ഹെലന് കാഴ്ച നഷ്ടപ്പെടുന്നതും കേൾവി നഷ്ടപ്പെടുന്നതും.
അപ്പൊ ഹെലൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു. ഹെലനെ ടേക്ക് കെയർ ചെയ്യാമെന്നൊരു ടീച്ചറാണ് ആനി സെലവൻ. ആനി സെലവന് നോർമൽ ആയിരുന്നു, ബർത്ത് ടൈം നോർമൽ ആയിരുന്നു. പക്ഷെ വളരെ യങ് ഏജിൽ തന്നെ സെലവന് കാഴ്ച നഷ്ടപ്പെടുവാണ്. കാഴ്ച എന്തോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാരണം കാഴ്ച നഷ്ടപ്പെടുന്നു. ഈ രണ്ടുപേരും ജീവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് അത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ സെലവനെ എന്തൊക്കെയോ ഒരു ലൈക്ക് ചെറിയ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് ഒരു ഐ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് കുറച്ച് വിഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ സ്കിൽസോ അപാരമായിരുന്നു. ഭയങ്കരമായ സ്കിൽസ് ഉണ്ടായിരുന്നു. റീഡിങ്, റൈറ്റിങ്ങിൽ, സ്വിങ്, തുന്നുന്നതില്. അങ്ങനെ ബ്ലൈൻഡ് സ്കൂളിൽ അവർ ചേർന്നു. അവരുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു ഈ ബ്ലൈൻഡ് ആയ സമയത്ത്. അവിടെ വെച്ചിട്ടാണ് ഹെലന്റെ അമ്മ സെലവനെ കാണുന്നത്. ഐ ഡോണ്ട് നോ വെദർ ദ സ്പെൽ ഈസ് കറക്റ്റ്. അങ്ങനെ 49 വർഷം ഹെലന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഹെലൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഹെലൻ കെല്ലറായി മാറാൻ പ്രധാന കാരണം ആനി സെലവന്റെ അവർ തമ്മിലുള്ള ഒരു കമ്പാനിയൻഷിപ്പ് തന്നെയായിരുന്നു. ഓക്കെ, എനിക്ക് എന്റെ ഒരു ഓർമ്മയിൽ ഒരു ബെസ്റ്റ് ടീച്ചർ അവര് തന്നെയാണ്. നമുക്ക് അത്രയും അടുത്തറിയാം. കാരണം സെൻസോറിയൽ ലേണിംഗ് പ്രാക്ടീസ് ആയിരുന്നു സെലവൻ ഹെലൻ കെല്ലർക്ക് ചെയ്തത്. സെൻസസ് യൂസ് ചെയ്തു. ആ ഒരു ടാക്ടൈൽ സെൻസ് വെച്ചിട്ടാണ് ഹെലൻ പഠിക്കുന്നത്. വാട്ടർ എന്നുള്ളത് ഹെലനെ ചെയ്തത്. അതെ, ബ്രെയിൻലി ലിപി കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, ബെസ്റ്റ് ടീച്ചർ എന്നുള്ളതില്. അരിസ്റ്റോട്ടിൽ ആണ് പിന്നെ എഴുതിയത്. പിന്നെ ഡെഫിനറ്റ്ലി ഡോക്ടർ മറിയ മോണ്ടിസോറി നിങ്ങളുടെ ഇതിൽ ഒരാളായിട്ട് എന്തായാലും വേണം. ബാക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആരൊക്കെ വേണമെന്നുള്ളത്. ബുക്കർ ടി വാഷിംഗ്ടൺ, കൺഫ്യൂഷ്യസ്, ദെൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ലൂയിസ് ബ്രെയിലി. അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു, ഫ്രഞ്ച് എഡ്യൂക്കേറ്റർ ആയിരുന്നു. അദ്ദേഹം റീഡിങ് ആൻഡ് റൈറ്റിംഗില് ബ്ലൈൻഡ് അല്ലെങ്കിൽ വിഷ്വലി ഇംപയർഡ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തു. ദാറ്റ് ഇസ് നോൺ ആസ് ബ്രെയിലി ലിപി ഉപയോഗിച്ചിട്ടാണ് സെലവനും ഹെലൻ കെല്ലറും പലതും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവും ബൈ ബർത്ത് ബ്ലൈൻഡ് ആയിരുന്നില്ല. 3-ാമത്തെ വയസ്സിലൊരു ആക്സിഡന്റിലാണ് അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെടുന്നത്. ബ്ലൈൻഡ് പീപ്പിളിന് വേണ്ടിയിട്ട് എഴുതാനും വായിക്കാനുമാണ് അദ്ദേഹം ബ്രെയിലി ലിപി, ഡോട്ട്സ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ബ്രെയിലി ലിപി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബ്രെയിലി ലിപിയുടെ പേപ്പർ? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ടച്ച് ചെയ്ത് നോക്കിയിട്ട്. ഓക്കെ, ദെൻ 9th one ആയിട്ടാണ് എഴുതിയത് സോക്രട്ടീസ്, ലാസ്റ്റ് ഐസക് ന്യൂട്ടൻ. അങ്ങനെ 10 പേരെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് 5 മതി മിനിമം. കൂടുതൽ എഴുതണമെങ്കിൽ എഴുതാം. പിന്നെ ക്രിയേറ്റ് യുവർ ഓൺ ഡേ ടൈം ടേബിൾ. നമ്മുടെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. രാവിലെ എണീക്കുന്നു, ഓരോ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എന്താണോ നമ്മൾ ചെയ്യുന്നത്, രാത്രി കിടക്കുന്നവരെ എഴുതാം. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. ഞാൻ മോർണിംഗ് 6 o'clock 5:30 അങ്ങനെ എന്തോ തുടങ്ങിയിട്ട് ഈവനിങ് 6 വരെയുള്ളത് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ആ രീതിയിൽ ചെയ്യാം. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ലേണിംഗ് ആക്ടിവിറ്റീസ്. ഞാൻ അതിന് നോക്കി വായിക്കണം. എന്താണെന്ന് വെച്ചാൽ എന്റെ ഈ അസൈൻമെന്റ് ബുക്കിൽ കൂടുതലുണ്ട്. അതിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. വാട്ട് ആർ ദ ലേണിംഗ് ആക്ടിവിറ്റീസ് യു പ്രൊവൈഡഡ് ഇൻ ദി ടീച്ചിങ് പ്രാക്ടീസ് സ്കൂൾ? ഇഫ് യു ഹാവിംഗ് സ്റ്റാർട്ടഡ് യെറ്റ്, വാട്ട് ഓൾ ആക്ടിവിറ്റീസ് യു ആർ പ്ലാനിങ് ഫോർ? നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി പോയ സ്കൂളിൽ എന്തെല്ലാം ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ ചെയ്യിച്ചത്? ഇനി പോയിട്ടില്ല, ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ, പോകുവാണെങ്കിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യും? അങ്ങനെ ഒരു റൈറ്റപ്പ് ഉണ്ടാക്കുക. ഇനി വർക്ക് ചെയ്യുന്നവരുണ്ട്, അവർക്ക് അവരുടെ സ്കൂളിൽ മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞതിന് ശേഷം സ്കൂളിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂളിനെ പറ്റി, സ്കൂൾ എൻവയോൺമെന്റിനെ പറ്റി എഴുതുന്നു. ഡെഫിനറ്റ്ലി നമ്മുടെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ് ആണ്. ഫിസിക്കലി സേഫ്, ഇമോഷണലി സെക്യൂർ ആൻഡ് സൈക്കോളജിക്കൽ എനേബിളിംഗ്, അങ്ങനെ ആ രീതിയിലുള്ള ഒരു സ്കൂളായിരിക്കണം. അങ്ങനെ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂളിനെ പറ്റി എഴുതുക. അവിടുത്തെ അപ്ലയൻസസും എക്യുപ്മെന്റ്സും
കുട്ടികൾക്കുള്ള പ്ലേ സ്പേസും അങ്ങനെയുള്ള എല്ലാം ഇത്രയുമാണ്. വേണമെങ്കിൽ അതിന്റെ പിക്ചേഴ്സ് ഒക്കെ കളക്ട് ചെയ്യാം കേട്ടോ. ഞാൻ വർക്ക് ചെയ്ത മോണ്ടിസറി സ്കൂളിലെ പിക്ചേഴ്സ് ആണ് ഞാൻ കളക്ട് ചെയ്തത്. ആ ഒരു ടൈമില് ഇന്ത്യൻ എക്സ്പ്രസ്സില് ഇതുപോലെ മോണ്ടിസോറി സ്കൂളിനെ പറ്റിയിട്ട് കുറെ റൈറ്റപ്സ് വന്നിരുന്നു. അപ്പൊ ഞാൻ കുറെയൊക്കെ വെട്ടിവെച്ചു. ഇതാണ് 10 ക്വസ്റ്റ്യൻസ് എഴുതാം. പിന്നെ ഈ 10 ക്വസ്റ്റ്യൻസും ലാസ്റ്റ് റെക്കോർഡും നിങ്ങൾക്ക് ഇപ്പൊ റീസെന്റ് തന്നിട്ടേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇത് എങ്ങനെ എഴുതേണ്ടത് മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. അപ്പോ പ്രാക്ടിക്കൽസിന് വരുമ്പോ എക്സ്ക്യൂസ് ചെയ്യാം. ഈ 2 ചെയ്തിട്ടില്ലെങ്കിൽ പ്രോബ്ലം ഇല്ല. യു ക്യാൻ അറ്റൻഡ് ദ വൈവ. പിന്നീട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ബാക്കിയുള്ള കംപ്ലീറ്റ് ആയത് കൊണ്ട് യെസ് മാം ഒരു കാര്യം ചോദിച്ചിട്ട്, പ്രാക്ടിക്കലിന് വരാൻ പറ്റാത്തവർക്ക് വൈവ ഓൺലൈനിൽ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും പ്രാക്ടിക്കൽ അഥവാ വന്നാലും വൈവ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ആപ്റ്റ് ആണെങ്കിൽ മാത്രം വൈവ അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അത് കമ്പൽസറിയോ മാൻഡേറ്ററി ഒന്നുമല്ല. നിങ്ങൾ റെഡി ആണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുവാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. എന്തായാലും ഓൺലൈൻ ഉണ്ട്. പിന്നെ ഓൺലൈനിൽ ഒരു സ്ലോട്ട് കിട്ടുമ്പോൾ അപ്പോൾ തന്നെ അറ്റൻഡ് ചെയ്യുക. അല്ലാതെ അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയേണ്ട ഇത് വരില്ലല്ലോ. അല്ല മാം, നമ്മള് സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർ കൂടുതലും ഉണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നപ്പോൾ നമുക്കും അത് കറക്റ്റ് ആയിട്ട് അവരോട് ക്ലാരിഫൈ ചെയ്തൊരു ആൻസർ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാമിനോട് നേരിട്ട് ഇപ്പൊ ചോദിച്ചത്. ഇപ്പൊ ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അതേപ്പറ്റി അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു ചാൻസ് അവർക്ക് പോകാൻ പറ്റിയാല് ഇനി ഓൺലൈനിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അവസരം നഷ്ടപ്പെടുമല്ലേ. അതുകൊണ്ടാണ് ചോദിച്ചത്. ഓൺലൈൻ എന്തായാലും ഉണ്ട്. അതെന്തായാലും മൊഡ്യൂൾ 1 കഴിഞ്ഞ് ചിലപ്പോൾ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും. ചിലപ്പോൾ മാത്രം എക്സാമിന് മുമ്പ് നടത്തുമായിരിക്കും. കാരണം എന്താ വെച്ചാല് പ്രാക്ടിക്കൽ സെഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വൈവ ചെയ്യുന്നത്. ഞങ്ങളുടെ എക്സാമിന്റെ ടൈം ഏത് സമയത്താവും? സെപ്റ്റംബർ? നിങ്ങൾക്ക് പോർഷൻ ഇപ്പൊ പോകുന്നതനുസരിച്ച് പോർഷൻ ഒരു സെപ്റ്റംബർ പകുതിയൊക്കെ കഴിയുമ്പോൾ തീരുന്നു പ്രതീക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ 1 ഒക്കെ ആയിരിക്കും. മാം സർവേ നമ്മൾ പ്രാക്ടിക്കലിന് വരുമ്പോ കംപ്ലീറ്റ് ആക്കി കൊണ്ടുവരണമെന്നുണ്ടോ മാം? സർവേ പ്രാക്ടിക്കലിന് വരുമ്പോൾ ഒന്നും കംപ്ലീറ്റ് ആക്കണം എന്ന് നമ്മൾ കമ്പൽസറി ആയിട്ടോ സ്ട്രിക്റ്റ് ആയിട്ടോ പറയുന്നില്ല. നിങ്ങൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, അതായത് റെക്കോർഡ്സ്, അസൈൻമെന്റ്, സർവേ, ഇതിൽ ഏതെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ആണ് അത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സൈനും സീലും കിട്ടിപ്പോകാം. പിന്നെ വൈവ അറ്റൻഡ് ചെയ്യുന്നത് കാരണമാവും ചിലപ്പം ചോദിച്ചിട്ടുണ്ടാവോ? വൈവ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ വേണ്ടേ എന്നുള്ളതാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അത് വൈവ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ആകെ ഞാൻ എക്സ്ക്യൂസ് ലാസ്റ്റ് റെക്കോർഡും പിന്നെ ഈ പറഞ്ഞ 10 ക്വസ്റ്റ്യൻസും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. ടീച്ചിങ് മെറ്റീരിയൽസ്, അസൈൻമെന്റ്സ്, ബാക്കി 4 റെക്കോർഡ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. ആണെങ്കിൽ അസൈൻമെന്റ് ഒരു ബുക്ക് ഓൾറെഡി ഉണ്ട്. 1-2 അസൈൻമെന്റ് ചെയ്ത് അതില് ഇത് ചെയ്യാൻ പറ്റുമോ? ഈ അസൈൻമെന്റ് പേജസ് ഉണ്ടെങ്കിൽ ചെയ്യാം. 10 ക്വസ്റ്റ്യൻസ് ഇല്ലേ? 10 ക്വസ്റ്റ്യനിൽ തന്നെ പ്രീ സ്കൂൾ ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതാൻ തന്നെ നമുക്ക് ഒരു 5 പേരെ 3 പേരെ 8 പേരെ ഉണ്ട്. അപ്പൊ പേജ് ഉണ്ടെങ്കിൽ ക്യാൻ ഡു. ചിലവര് വലിയ ബുക്ക് റെക്കോർഡ് ടൈപ്പ് ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എഴുതാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ അതുപോലെ 100 പേജസ് 80 പേജസ് ഒക്കെ ഇനഫ്. മാം പിന്നെ ഒരു കാര്യം കൂടെ മാം, നമ്മളിപ്പോ ഈ ടീച്ചിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പോലും നമ്മളുടെ ഇപ്പോ കുറെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ക്ലാസ്സിൽ അത്യാവശ്യം വേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ തന്നെ ഓൾറെഡി ഇതിപ്പോ കാണിച്ചിട്ടുണ്ട്, പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് അവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് അറിയാനായിരുന്നു. ഐ റിപ്പീറ്റ്, വൈവയ്ക്ക് വരുമ്പോ റെക്കോർഡ്സ്, അസൈൻമെന്റ്, റിപ്പോർട്ട്, ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റാത്ത ഒന്നും കൊണ്ടുവരണ്ട. റെക്കോർഡ്, അസൈൻമെന്റ് ആൻഡ് സർവേ ഓൺലി. ആക്ടിവിറ്റീസിൽ വരുന്നതാണ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയത് കേട്ടോ. അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ വന്ന് പ്രാക്ടിക്കൽ സെഷന്റെ അന്ന് വൈവ അറ്റൻഡ് ചെയ്യുന്നവർ മാത്രം അതിന്റെ ഒരു എല്ലാം കൂടെ ഡിസ്പ്ലേ ചെയ്ത രീതിയിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് പേഴ്സണലി അയച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ, വലിയ വീഡിയോ അയക്കരുത്, സ്പേസ് ഇല്ല, കാരണം പല ബാച്ചിന്റെയും കിടക്കുക. പിന്നെ വൈവ ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നിങ്ങൾ ഓൾറെഡി ഇരിക്കുന്ന ആ റൂമില് അതൊക്കെ മിക്കവരും ഒന്നല്ലെങ്കിൽ ബെഡില് ടേബിളിലൊക്കെ വെച്ച് എല്ലാം നല്ലപോലെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടാണ് അവർ ആ ടൈമിൽ അറ്റൻഡ് ചെയ്യാറ്.
ഞാനങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ കുട്ടികൾ പറയും ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ, മിസ്സിനെ ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അവര് ക്യാമറ തിരിച്ചിട്ട് നമ്മളെ കാണിച്ചു തരാറുണ്ട് വൈവ ടൈമിൽ. നേരിട്ട് വരുന്നവർക്ക് കയ്യിൽ ക്യാരി ചെയ്യണ്ട, അത് വൈവ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അന്നോ പിറ്റേ ദിവസമോ ഒരു വീഡിയോ അല്ലെങ്കിൽ അതിന് മുമ്പ് വീഡിയോ വെച്ചാലും പ്രശ്നമില്ല. പിന്നെ പി ജിക്കാർക്ക് പ്രാക്ടിക്കൽ സൈഡിൽ ഒരു സെഷനും കൂടിയുണ്ട്, സെമിനാർ. കുറെ പേര് ക്ലാസ്സിൽ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. അപ്പം പി ജിക്കാരുടെ വൈവ സമയത്ത് നിങ്ങളുടെ ആ സെമിനാർ നിങ്ങൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് 2 minutes വൈവ ടൈമിൽ തരും. അപ്പോൾ അതൊന്ന് ബ്രീഫ് ചെയ്താൽ മതി. പക്ഷെ റിപ്പോർട്ട് എഴുതി കയ്യിൽ വെക്കണം, കാരണം മാർക്ക് ലിസ്റ്റില് സെമിനാർ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ഉള്ളതാണ്. എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ സെമിനാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് റിപ്പോർട്ട് കൊടുക്കാൻ കയ്യിലുണ്ടാവണം. അല്ലെങ്കിൽ ചുമ്മാ മാർക്ക് ഇട്ട് തന്നു അങ്ങനെ ഒരു ഫീൽ ആവില്ലേ. വെറുതെ മാർക്ക് തരുമില്ല, ചെയ്ത വർക്കിന് തരുള്ളൂ. മാം സർവേ റിപ്പോർട്ടിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? സർവേ റിപ്പോർട്ടിനെ കുറിച്ച് എന്താ പറയണ്ടേ? ഞാൻ പറഞ്ഞതാണോ ക്ലാസ്സിൽ? ഞാൻ പറഞ്ഞതാണോ? ഇല്ല, പറഞ്ഞില്ല. നമുക്ക് ആ പ്രിന്റ് എടുത്തതേ ഉള്ളു, പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്തിട്ടുള്ളതേ ഉള്ളു. ആ റിപ്പോർട്ടിനെ കുറിച്ച് ഈ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. ആണോ? അത് വിട്ടുപോയതായിരിക്കും. സർവേ നിങ്ങൾ ക്വസ്റ്റിനെയർ പ്രിന്റ് എടുത്തിട്ട് അവരെ കൊണ്ട് ഫില്ല് ചെയ്യിച്ചു അല്ലെ, പാരന്റ്സിനെ കൊണ്ട്? അതെ. അപ്പോ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റിപ്പോർട്ട്, പ്രോജക്ട് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ഫ്രണ്ട് ഷീറ്റ് വേണം അല്ലെ. പ്രോജക്റ്റിന്റെ പേര് എഴുതുക, റൈറ്റ് സൈഡ് കോർണറിൽ സബ്മിറ്റഡ് ബൈ പേര് എഴുതുക, നമ്മളുടെ പേര് എഴുതുക, ബാച്ച് എഴുതുക, ഏത് ക്ലാസ് എഴുതുന്ന MTA ബാച്ച് അങ്ങനെ എന്തെങ്കിലും എഴുതുക. അടുത്ത പേജിൽ പ്രിഫൈസ്, ആമുഖം മലയാളത്തിൽ പറയുവാണെങ്കിൽ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് ഈ സർവേ ചെയ്യുന്നത്? നമ്മളൊരു ബുക്കൊക്കെ ആളുകൾ ഇറക്കുമ്പോൾ അവരൊരു ആമുഖം എഴുതില്ലേ, ഈ ബുക്ക് എഴുതാനുണ്ടായ സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ പ്രിഫൈസ് എഴുതുക, ചെറിയ പാരഗ്രാഫ് മതി. നെക്സ്റ്റ് വൺ ഇൻഡെക്സ് പേജ് അല്ലെങ്കിൽ കണ്ടന്റ്സ്. അവിടെ 1, 2, 3 എന്നിട്ടിട്ട് അടുത്ത പേജുകളിൽ എന്ത് വരണം എന്നുള്ള രീതിയിൽ വേണം ഇൻഡെക്സ് പേജ് ഇടാൻ. ഞാൻ എഴുതിയതിന്റെ ഫ്രണ്ട് പേജ് അത്ര വലിയ ഭംഗിയൊന്നും ആയിട്ടൊന്നുമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലപോലെ ഡിസൈൻ ചെയ്തിട്ട് ഫ്രണ്ട് പേജ് എഴുതുക. പിന്നെ പ്രിഫൈസ് as time passes the method for adapting childcare in home is different. Earlier the method was different compared to nowadays. It is different according to each person's also. In this survey, different aspects and different views can be seen. Within certain limitation, the child could enjoy his or her freedom. ഇതാണ് ഞാൻ പ്രിഫൈസിൽ ഞാൻ എഴുതിയത്. പിന്നെ നെക്സ്റ്റ് കണ്ടന്റ്സ് എന്നുള്ള പേജ് വരും. ഇതുപോലെ 1, 2, 3 എന്നിട്ടിട്ട് നമ്മൾ കണ്ടന്റ്സ് പേജ്, അതില് അടുത്ത പേജുകളിൽ എന്ത് വരണം എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പൊ കണ്ടന്റ്സ് ഇൻഡെക്സ് പേജ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിൽ ഒന്നാമതായിട്ട് വരുന്നത് എയിം ഓഫ് ദ പ്രോജക്ട്, നമ്മുടെ സർവേയുടെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് മെത്തേഡ്, എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്തത്? നേരിട്ട് വീട്ടിൽ പോയി അല്ലെങ്കിൽ ഫോൺ ചെയ്തു ഡേറ്റ കളക്ട് ചെയ്തു, നിങ്ങൾ എന്ത് മെത്തേഡാണോ എടുത്തത് ആ മെത്തേഡ് എഴുതാം. രണ്ടാമത്തത് മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് കളക്ഷൻ, മീൻസ് ഡേറ്റ കളക്ഷൻ. ആ കിട്ടിയ ഷീറ്റ്സിലെ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്ത ഷീറ്റ്സ് ആണ് പിന്നെ വെക്കേണ്ടത്. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ അതാണല്ലോ. ഇനി ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന എന്താ? അതിന്റെ അനാലിസിസ്. അതിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എഴുതണം, ഒരു പാരഗ്രാഫ് എഴുതാം. In this survey, one thing should notice that 90% of the parents are, ഞാൻ അതിനെ പെർസെന്റേജിലേക്ക് മാറ്റി. 5 പേരാണെങ്കിലും എനിക്ക് ഒരാൾ മാത്രമാണ് ഇച്ചിരി പഴഞ്ചൻ രീതിയിൽ സംസാരിച്ചുള്ളൂ. സോ 90% of the parents are willing to support child's needs and desire, but 10% of parents are not ready to accept that. They are telling that if it is given to child's like and give them that freedom, then his future may be spoiled. Some are expressing their feelings that they had some experiences in their childhood. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അനാലിസിസിൽ എഴുതിയത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് കിട്ടിയ ഡേറ്റ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് പിന്നെന്താ? നമ്മുടെ ഒപ്പീനിയൻ, നമുക്ക് പേഴ്സണലി ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് കുട്ടികളെ കെയർ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ നമ്മളുടെ ഒരു ഒപ്പീനിയൻ ഉണ്ടാകും. Freedom is the birthright of the human being. So each and every child should give the freedom, but within some limitations. Parents should be there always for supporting, encouraging and guiding them.
so that the environment should be comfortable for the kids. അതാണ് ഞാൻ എഴുതിയ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. The progressive works to be done. അത് നെക്സ്റ്റ് ടോപ്പിക്, പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പാരന്റ് കുട്ടിയെ അത്ര നല്ല രീതിയിൽ നോക്കുന്നില്ല, ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കുന്നില്ല, കുട്ടിയെ എപ്പോഴും പണിഷ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇടപെടണോ, അവർക്ക് എന്തെങ്കിലും അവയർനെസ് കൊടുക്കേണ്ടതുണ്ടോ? അതാണ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എന്നുള്ള കാര്യത്തിൽ എഴുതേണ്ടത്. സോ കുറച്ച് അവയർനെസ് കൊടുക്കേണ്ടതുണ്ട്, ചില പാരന്റ്സ് അങ്ങനെയുണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ എഴുതാം. അത് ഓപ്ഷണൽ ആണോ? നമ്മുടെ റിപ്പോർട്ട് ബേസ് ചെയ്ത് എഴുതിയാൽ മതി. അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യനേഴ്സിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇപ്പൊ ഇങ്ങനെ തോന്നുന്നെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു അവയർനെസ് കൊടുത്താൽ മതിയോ? എല്ലാ പാരന്റ്സും നല്ല രീതിയിലാണ് കുട്ടികളെ നോക്കുന്നെങ്കിൽ നമുക്ക് എഴുതാം there is no progressive works to be done, everything is clear. ആ ഒരു രീതിയിൽ അങ്ങനെ എഴുതി വെക്കണം ആ ഒരു പോർഷൻ. പിന്നെ കൺക്ലൂഷൻ, പിന്നെ കൺക്ലൂഡ് ചെയ്യാം ആ ഒരു ടോപ്പിക് കൺക്ലൂഡ് ചെയ്ത് എഴുതുക. അപ്പൊ ഫസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്, സെക്കൻഡ് പ്രിഫൈസ്, അതിനുശേഷം ഇൻഡെക്സ് പേജ്, അതിൽ 1, 2, 3 എന്ന് പറഞ്ഞ് നെക്സ്റ്റ് പേജുകളിൽ വരേണ്ട കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് എയിം ഓഫ് ദ പ്രോജക്ട്, നെക്സ്റ്റ് മെത്തേഡ്, ഡേറ്റ കളക്ഷന്റെ മെത്തേഡാണ് മെത്തേഡ്, ദെൻ ഡേറ്റ കളക്ഷൻ, ദെൻ അനാലിസിസ്, ദെൻ ഒപ്പീനിയൻ, ദെൻ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ, ദെൻ ലാസ്റ്റ് കൺക്ലൂഷൻ. ഈ രീതിയിൽ വേണം റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ചെറിയ ചെറിയ പാരഗ്രാഫ്സ് മതി, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത്രയും. ഓക്കെ, സോ മൂവിങ് ടു മോഡ്യൂൾ 3. ഞാൻ ഷെയർ ചെയ്യുന്നില്ല കാരണം അത്രയും വാസ്റ്റ് ആയിട്ട് അത് കിടക്കുവാണ്, ബട്ട് അത് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. പിന്നെ സർവേയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ സെയിം അഡ്രസ് ആയ കുഴപ്പമുണ്ട്. അപ്പൊ എനിക്ക് 2 കുട്ടികളുണ്ട്, പിന്നെ ഞങ്ങളെ അടുത്തിന് ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ ആയ കുഴപ്പമുണ്ടോ? സെയിം അഡ്രസ് സെയിം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു പ്രോപ്പർ സർവേ കിട്ടണമെങ്കിൽ ഡിഫറെന്റ് ഫാമിലി ലെവൽസിൽ ജീവിക്കുന്നവരെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലൈക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികള് 2 വീട്ടിലുണ്ട്. ഒന്നെങ്കിൽ 2 മക്കളും പിന്നെ അടുത്തുള്ള 2 കുട്ടികളേ ഉള്ളൂ. എനിക്ക് 2 കുട്ടികൾ. അതാണ് ചോദിച്ചത്, സെയിം അഡ്രസ് അഡ്രസ് ഡസന്റ് മാറ്റർ ആക്ച്വലി നമുക്ക് എങ്ങനെയെങ്കിലും 5 പേരെ എടുക്കുക എന്നുള്ളതല്ല. നമ്മൾക്ക് ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരാകുമ്പോൾ നമുക്ക് നല്ല ഡേറ്റ് കിട്ടും. ലൈക്ക് അമ്മ ജോലിക്ക് പോകുന്നത്, അമ്മ ജോലിക്ക് പോകാത്തത്, അമ്മ ദൂരെ ജോലിക്ക് പോകുന്നു, കുട്ടി വേറെ ആരുടെയെങ്കിലും സപ്പോർട്ടിൽ ജീവിക്കുന്നു, അച്ഛനും അമ്മയും എന്താ പറയാ ബ്രോക്കൺ ഫാമിലി, അത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികള്, പിന്നെ വിദേശത്ത് ജീവിക്കുന്ന കുട്ടി, അതൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. പലരുടെയും ഒരു വ്യൂസ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. പിന്നെ എന്താ പറയാ മിഡിൽ ക്ലാസ് ഫാമിലി, അപ്പർ ക്ലാസ് ഫാമിലി, താഴേക്കുള്ള ഫാമിലി, അങ്ങനെ അങ്ങനെ പലതെടുക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ളതായിരിക്കും നമുക്ക് കിട്ടും. അപ്പോൾ ഡേറ്റ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നമുക്ക് അനാലിസിസ് നന്നായിട്ട് കിട്ടും. ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. ഓക്കെ, മിനിമം 5 ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എത്ര വേണമെങ്കിലും എടുക്കാം. ഏജ് ഗ്യാപ്പിന്റെ വ്യത്യാസം വരുന്നുണ്ടോ? നമ്മുടെ ഈ 3 years to 6 years ആണോ, അല്ലെങ്കിൽ അതിൽ കൂടുതലും കുഴപ്പമുണ്ടോ? ശരിക്കും പ്രീ സ്കൂൾ കുട്ടികളെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എന്നിട്ട് പറഞ്ഞു അഡോളസൻസ് വരെ നോക്കാം എന്ന് പറഞ്ഞു, കാരണം അതില് നല്ല റിസൾട്ട് ഉണ്ടായി. അതുകൊണ്ടാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അതിൽ മെൻഷൻ ചെയ്യേണ്ട. ആ ഒരു ലിസ്റ്റിനകത്ത് നെയിം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവരെ നെയിം പറഞ്ഞില്ലെങ്കിലും നമുക്ക് പ്രോബ്ലം ഇല്ല. നമ്മൾ അഡ്രസ്സും ഒന്നും എഴുതണ്ട, അവരുടെ ഫോൺ നമ്പറും ഒന്നും എഴുതണ്ട, XY എന്തെങ്കിലും ഇട്ടിട്ട് മതി. നമുക്ക് ഡേറ്റ കിട്ടിയാൽ മതി. ഡേറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യാം. നമ്മൾ ആരുടെയും പേര് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് റിപ്പോർട്ട് എഴുതുന്നുമില്ല, അങ്ങനെ എഴുതുകയും വേണ്ട. മാം, നമ്മുടെ സർവേ സബ്മിറ്റ് ചെയ്യാന് നേരിട്ട് സബ്മിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ക്ലാസ് റൂമിൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. സർവേ പറഞ്ഞിട്ടില്ല. സർവേ നമ്മൾ ഡീറ്റെയിൽഡ് ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതി കഴിഞ്ഞിട്ട് അത് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. അല്ല നേരിട്ട് കാണിക്കാനാണോ പറയുന്നത്? സർവേ സബ്മിറ്റ് ചെയ്യണ്ട, നോ നീഡ്. അസൈൻമെന്റോ? ഇപ്പൊ മാം പറയുന്നത് വോയിസ് ക്ലിയർ ആവുന്നുണ്ട്. എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ?
ഉണ്ട് ഇടയ്ക്ക് നന്നായിട്ട് കട്ട് ആവുന്നുണ്ട്. അപ്പൊ ആവുന്നുണ്ട് മാം. പറയുന്നത് ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, വൺ സെക്കൻഡ്. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ അസൈൻമെന്റ് 10 എണ്ണവും 10 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ സർവേയും സബ്മിറ്റ് ചെയ്യരുത്. കാരണം ഭയങ്കര പാടായിരിക്കും അത് വാല്യൂ ചെയ്യാൻ. 10 ക്വസ്റ്റ്യൻ എത്ര പേജസ് ഉണ്ടാവും ഒരാളുടെ? അങ്ങനെ കുറെ പേരുടെ ആകുമ്പോൾ ടെക്നിക്കൽ ടീം ശരിക്കും വിഷമിച്ചു പോകും. അതുകൊണ്ട് നോ നീഡ് ടു സബ്മിറ്റ് ദീസ് ടു വർക്ക്. അത് അറ്റ് ദ ടൈം ഓഫ് വൈവയാണ്. വൈവയുടെ സമയത്ത് ഇത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവണം, സർവേ ചെയ്തു അല്ലെ, കയ്യിൽ വെച്ചിരിക്കണം. അതെ, വൈവയുടെ സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിരിക്കണം. ആ സമയത്ത് എന്നോട് വന്നിട്ട് 2 പേരുടെ എനിക്ക് കിട്ടിയുള്ളൂ, ഒരാളുടെ കിട്ടിയുള്ളൂ. 3 പേരുടെ സർവേ ഒക്കെ ഒരാളുടെ 2 പേരുടെ ഒക്കെ ചിന്തിച്ചു നോക്കൂ. സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരുടെ ഡേറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഞാൻ മിനിമം 5 എന്നേ പറഞ്ഞിട്ടുള്ളൂ, എത്ര വേണമെങ്കിലും ചെയ്യാം. 30ഉം 50ഉം ഒക്കെ കളക്ട് ചെയ്ത കുട്ടികളുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് അവർ പറയണത് ഈ സർവേ എല്ലാ കാലത്തും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അവര് മാക്സിമം കളക്ട് ചെയ്ത് വീണ്ടും വീണ്ടും അത് റിപ്പോർട്ട് ഭംഗിയാക്കും. സർവേയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട, സർവേയുടെ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്യേണ്ട, ഇപ്പൊ തന്ന അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യണ്ട. ഓക്കെ ഓക്കെ, ബാക്ക് ടു മോഡ്യൂൾ 3. നിങ്ങൾ പ്രാക്ടിക്കലിന് വരണതിന് മുമ്പ് എനിക്ക് മോഡ്യൂൾ 3 തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നൈറ്റ് സെഷൻ വെച്ചിരിക്കുന്നത് കേട്ടോ. സോ മോഡ്യൂൾ 3 മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചാണ് മോഡ്യൂൾ 3. പിന്നെ നിങ്ങളൊരു പക്ഷേ ചില സ്കൂളിൽ ചെല്ലുമ്പോൾ വേറൊരു ടൈപ്പ് മെറ്റീരിയൽസ് കാണാം, ചില സ്കൂളിൽ ചെല്ലുമ്പോൾ വേറൊരു ടൈപ്പ് മെറ്റീരിയൽസ് ആയിരിക്കും കാണുന്നത്. അതായത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ വർഷം. നമുക്കറിയാം മറിയ മോണ്ടിസോറി ഇല്ല, അവരുടെ മകൻ മറിയോ മോണ്ടിസോറിയും ഇല്ല, 2 പേരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. പല രീതിയിലും അതിലെ മെറ്റീരിയൽസിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. 8 വർഷം മുമ്പ് ഞാൻ കണ്ട മെറ്റീരിയൽസ് അല്ല ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ളത്, അതിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ബി, അതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ. കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആക്കുകയാണ്. നമ്മൾ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് പല രീതിയിലുള്ള അപ്ഡേഷൻ വരുന്ന പോലെ തന്നെ ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും അപ്ഡേറ്റഡ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോണ്ടിസോറി മെറ്റീരിയൽസും അപ്ഡേറ്റഡ് ആകുന്നു. മോണ്ടിസോറി മെറ്റീരിയൽസ് പറയുവാണെങ്കിൽ കുറെ ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള മെയിൻ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. മോണ്ടിസോറി, മറിയ മോണ്ടിസോറി അവർക്ക് സ്കൂൾ എന്ന് പറയാനോ ക്ലാസ് റൂം എന്ന് പറയാനോ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ ചിൽഡ്രൻസ് ഹൗസ് എന്ന മീനിങ് വരുന്ന രീതിയിലെ ഇറ്റാലിയൻ വേർഡ് നമുക്കറിയാം, കാസ ഡി ബാംബിനി സ്റ്റാർട്ട് ചെയ്യും. അവർക്ക് സ്കൂളല്ല, ചിൽഡ്രൻസ് ഹൗസ് ആണ്. ഇനി ക്ലാസ് റൂം അല്ല, ക്ലാസ് റൂം ആയിട്ടും ക്ലോസ്ഡ് ആയിട്ടുള്ള റൂം ഒന്നും ഇല്ല കേട്ടോ, എല്ലാം ഓപ്പൺ സ്പേസസ് ആണ്. അതിനെ അവര് എൻവിയോൺമെന്റ്, പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ പറയുമ്പോൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്, അതുപോലെ ആ എൻവിയോൺമെന്റ് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈവൻ അവര് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ പല പല ഇൻസിഡൻസ്, എന്താ പറയാ, ആക്സിഡന്റലി നടന്ന പല ഇൻസിഡൻസ് കാരണം അവര് ആ എൻവിയോൺമെന്റിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് ക്ലാസ് എടുത്തപ്പോ ടീച്ചർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, മറിയ മോണ്ടിസോറി എന്ന് പറഞ്ഞ ആ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടാകാം. അവരുടെ അസിസ്റ്റന്റ് കാൻഡിഡ ആണ് ഈ ഷെൽഫ് എല്ലാം ക്ലോസ് ചെയ്ത് ഷെൽഫില് മെറ്റീരിയൽസ് എല്ലാം വെക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം കാൻഡിഡ ഷെൽഫ് ക്ലോസ് ചെയ്യാൻ മറന്നുപോയി, ധൃതിക്ക് പോയപ്പോ പിറ്റേ ദിവസം മോർണിംഗ് അവർ വരാനും ലേറ്റ് ആയി. അപ്പൊ മറിയ മോണ്ടിസോറി എത്തി, കുട്ടികളും എത്തി. കുട്ടികൾ നോക്കുമ്പോൾ ഷെൽഫ് തുറന്നു കിടക്കുന്നു. അവര് പോയി അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോണ്ട് വന്നിരുന്ന് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. ഇത് വന്ന് കാണുന്ന കാൻഡിഡയ്ക്ക് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. അവര് കുട്ടികൾ സ്റ്റീൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോ മറിയ മോണ്ടിസോറി പറയാണ്, ലെറ്റ് ഇറ്റ് ബി, അത് അങ്ങനെ തന്നെ ആവട്ടെ. കാരണം കുട്ടികൾ പോയി എടുത്തോണ്ട് വന്ന് ചെയ്തപ്പം അവർ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയും കോൺസെൻട്രേഷനോട് കൂടിയും ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഒരെണ്ണം എടുത്തത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഉള്ളതിനേക്കാളും താല്പര്യം അവർക്ക് തന്നെ പോയി എടുത്തപ്പോൾ കിട്ടി. അപ്പൊ ഫ്രീഡം ഓഫ് ചോയ്സ്, അവർക്ക് എടുത്ത് ചെയ്യാനുള്ള ഫ്രീഡം, അങ്ങനെ ആ മെത്തേഡ് അവിടെ വരുവാണ്. ഷെൽഫുകൾ ഓപ്പൺ ആക്കാൻ തുടങ്ങി, ചൈൽഡ് സൈസ് ആക്കി, കുട്ടികൾക്ക് എത്തുന്ന പാകത്തിനുള്ള ഷെൽഫാക്കി, ഓപ്പൺ ഷെൽഫുകളാക്കി. അങ്ങനെ അങ്ങനെ എൻവയോൺമെന്റിലെ വ്യത്യാസങ്ങൾ വന്നിരുന്നു അന്നത്തെ കാലഘട്ടത്തില്. അപ്പൊ അതുകൊണ്ട് മോണ്ടിസോറി മെറ്റീരിയൽസ് ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചെയ്യുന്നതായിരിക്കില്ല ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ കാണുന്നത്. ബട്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എല്ലാം സെയിം തന്നെ. ഈ മറിയ മോണ്ടിസോറി ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ 5 ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട്.
ഈ 5 ഏരിയകള് നിങ്ങളുടെ മോഡ്യൂൾ 3 നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 5 പാർട്ടായിട്ട് കാണും. അത് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത 5 ഏരിയകളാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കിച്ചൺ തന്നെയാണ്. അവിടെ കുട്ടികൾ ജഗ്ഗിൽ വെള്ളം നിറയ്ക്കുന്നു, കണ്ടെയ്നേഴ്സിൽ പൾസസ്, പയറ്, കടല, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിറയ്ക്കുന്നു, നട്ട്സ് എല്ലാം നിറച്ചു വെക്കുന്നു. അവര് ലെമണേഡ് ഉണ്ടാക്കുന്നു, നാരങ്ങ വെള്ളം ജ്യൂസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഓവൻ ഉണ്ടാവും, അതിൽ അവർ കുക്കീസ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഈ കൊച്ചുകുട്ടികൾ തന്നെ ചെയ്യും. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നു, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു, പിന്നെ ക്ലീൻ ചെയ്യുന്നു, അവിടെ പാത്രങ്ങൾ കഴുകി വെക്കുന്നു, പാത്രങ്ങൾ തുടച്ചു വെക്കുന്നു, വെള്ളം വീണത് തുടയ്ക്കുന്നു. പിന്നെ യൂറോപ്യൻസ് പൊതുവെ ഡൈനിങ് ഏരിയയിലെ നാപ്കിൻസ് കുറെ യൂസ് ചെയ്യും അല്ലെ, അപ്പൊ നാപ്കിൻസ് ഫോൾഡ് ചെയ്ത് വെക്കും. ഇതെല്ലാം കുട്ടി ആ കിച്ചണിൽ നിന്ന് പഠിക്കുക. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്. നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് നമ്മുടെ കുട്ടികളെയും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്യിച്ച് അവർക്ക് കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. ശരിക്കും ഡേഞ്ചർ സോൺ ആണ്, പക്ഷെ ആ ഫ്രീഡം ഫ്രം ഡേഞ്ചർ അത് അവരിൽ വരണം. കത്തിയെടുക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം വരും. പിന്നെ ലാവിഷായിട്ട് ഒന്നും പ്രൊവൈഡ് ചെയ്യരുത്. ഒരു ഐറ്റം തന്നെ 1, 2, 3 സെറ്റ്സ് അതിൽ കൂടുതലും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ഒരു കുട്ടി ചെയ്ത് കഴിയുമ്പോൾ മറ്റേ കുട്ടി വെയിറ്റ് ചെയ്യണം അവന്റെ ടേൺ ആവുന്നവരെ. ലാവിഷായിട്ട് കുറെ ഉണ്ടെങ്കിൽ, അപ്പൊ 5 കുട്ടികളുണ്ട്, 5 സെറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ടേൺ, ആ വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ്, ഷെയറിങ് ഒന്നും അവരുടെ മനസ്സിൽ വേണ്ട. എനിക്കും കിട്ടും ആ ഒരു ഫീൽ. അതുകൊണ്ട് എല്ലാ സെറ്റ്സും അങ്ങനെ കൂടുതലില്ല, പക്ഷെ കുറവുമല്ല. ആ ഒരു രീതിയിലാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ ഏരിയയിൽ വരുന്ന വേറൊരു കാര്യമാണ് മാറ്റ്സ്. മാറ്റും ഉണ്ടാകും, ഇതുപോലെ നാപ്കിൻസ് പറഞ്ഞില്ലേ, നാപ്കിൻസും ഉണ്ടാകും. അപ്പൊ നാപ്കിൻസ് ഫോൾഡ് ചെയ്ത് വെക്കും. നമുക്ക് മാറ്റ് എന്ന് പറയുന്നത് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് റോൾ ചെയ്ത് വെക്കും. അപ്പൊ ഈ ഫോൾഡിങ്, നാപ്കിൻസിന്റെ ഫോൾഡിങ്, അൺഫോൾഡിങ് അതൊരു ആക്ടിവിറ്റിയാണ്. അതുപോലെ മാറ്റിന്റെ റോളിങ്, അൺറോളിങ്, ചുരുട്ടി വെക്കും, ആവശ്യത്തിന് എടുക്കുമ്പോൾ അൺറോൾ ചെയ്ത് നേരെയാക്കും. അതും ഒരു ആക്ടിവിറ്റിയാണ്. ഇത് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഈ കൈല ഫിംഗേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. വളരെ ചെറിയ സ്മോൾ മസിൽസ് വരുന്നതാണ് ഈ ഫിംഗേഴ്സ്. അപ്പൊ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോ പിന്നെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നതാണ് ഡ്രസ്സിംഗ് ഫ്രെയിംസ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഡ്രസ്സിംഗ് ഫ്രെയിംസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ബട്ടണിങ് ഫ്രെയിം ഉണ്ട്, പ്രസ് ബട്ടൺ ഫ്രെയിം, നോർമൽ ബട്ടൺ ഉണ്ട്, പ്രസ് ബട്ടൺ ഫ്രെയിം ഉണ്ട്. അതുപോലെ തന്നെ ബാഗിന്റെ ഒക്കെ ബക്കിളില്ലേ, അതുപോലത്തെ ബെൽറ്റ് ഫ്രെയിം, നമ്മള് കുട്ടികൾ വേസ്റ്റിൽ യൂസ് ചെയ്യുന്ന ബെൽറ്റിന്റെ പോലെ വരുന്ന ബെൽറ്റ് ഫ്രെയിം ഉണ്ട്, സിബ് ഉണ്ട് അല്ലെ, വേണമെങ്കിൽ കുക്കും വെക്കാം. അങ്ങനെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡ്രസ്സിൽ ഈ പറയുന്ന പലതും വരാം, ഇവരുടെ ബാഗിൽ ഇത് പലതും വരാം അല്ലെ, ബക്കിൾസ് എല്ലാം ബാഗിൽ വരാം. അപ്പൊ സ്വന്തം ബാഗും ഡ്രസ്സും അവർക്ക് തന്നെ ഇടാനും യൂസ് ചെയ്യാനായിട്ട് അവരെ പഠിക്കുവാണ് ആ ചെറുപ്രായത്തിൽ തന്നെ. അപ്പൊ അത് അവർ ചെയ്യുന്നു. പിന്നെ നാപ്കിൻസ് ഫോൾഡ് ചെയ്യുന്നു, സ്വന്തം ഡ്രസ്സ് ഫോൾഡ് ചെയ്യാൻ അവർ പഠിക്കും. പിന്നെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും കിടക്കുന്ന കണ്ടാൽ വേഗം തന്നെ അവർ പോയി ഫോൾഡ് ചെയ്യും. റോൾ ചെയ്ത് വെക്കുന്നതാണെങ്കിൽ അവർ റോൾ ചെയ്ത് വെക്കും. മോണ്ടിസോറി മെറ്റീരിയൽസിൽ ഏത് മെറ്റീരിയൽ നോക്കിയാലും എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. മാറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറയാം. ഒരു ആക്ടിവിറ്റി തുടങ്ങാനായിട്ട് പോകുമ്പോൾ ഇവര് മെറ്റീരിയൽസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ മാറ്റ് കൊണ്ടുവന്ന് അൺറോൾ ചെയ്ത് അവർ വെക്കും. മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവിടെ എവിടെയായിട്ട് ഈ മാറ്റ് ഇങ്ങനെ റോൾ ചെയ്ത് ചാരി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അത് പോയി എടുത്തിട്ട് അത് അൺറോൾ ചെയ്യും, എന്നിട്ട് ഈ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ഇതിന്റെ മുകളിൽ പ്ലേസ് ചെയ്യും. അപ്പൊ അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മെറ്റീരിയൽസ് റൗണ്ട് ഷേപ്പിലുള്ളതായിരിക്കും. അപ്പൊ ഒരു ടേബിളിന്റെ പുറത്തോ ഫ്ലോറിലോ വെച്ച് കഴിഞ്ഞാൽ അത് ഉരുണ്ട് പോകാനുള്ള ചാൻസ്. മാറ്റ് ആവുമ്പോൾ ഒരു റഫ് ആയിട്ടുള്ള ഒരു റഗ്ഗാണല്ലോ, അതായത് നമ്മുടെ ഈ ബാത്റൂം ഡോറിന്റെ മുന്നിലൊക്കെ ഇടുന്ന റഗ്ഗില്ലേ, അതുപോലെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ മാറ്റ് ആവുമ്പോൾ ഇത് റോൾ ചെയ്ത് നഷ്ടപ്പെടില്ല. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോ വലിയ മാറ്റ് ആണെങ്കിൽ കുട്ടിയും ആ മാറ്റിലിരുന്ന് ഈ സാധനവും ആ മാറ്റിൽ വെച്ചിട്ടായിരിക്കും ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പൊ അവൻ ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ മാത്രമേ ഇരിക്കുള്ളൂ. അങ്ങനെ നമ്മളൊരു റൂള് സെറ്റ് ചെയ്ത് വെക്കുമ്പോ മാറ്റിൽ വെച്ച് ചെയ്യണം എന്ന് പറയുമ്പോ രേഷ്മ ട്രെയിനിങ്ങിന് പോയപ്പോ ഫസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഈ മാറ്റിൽ ഇരിക്കുമ്പോ ആ ഒരു സ്പേസ്, ലിമിറ്റഡ് സ്പേസ് മാത്രമേ യൂസ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും,
നെക്സ്റ്റ് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയും ഇതുപോലെ മാറ്റ് യൂസ് ചെയ്തിരിക്കുകയായിരിക്കും. ഇവര് തമ്മിൽ യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. അപ്പൊ അവന്റെ ആ ഒരു സറൗണ്ടിങ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അവന് ചെയ്യാനുള്ള ആക്ടിവിറ്റി അതിന് ആ ലിമിറ്റഡ് സ്പേസിലിരുന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. അവന് ഫ്രീഡം ഉണ്ട് അത് ചെയ്യാൻ, ബട്ട് ദാറ്റ് വിത്തിൻ ദ ലിമിറ്റ്സ്. കഴിയുമ്പോൾ മെറ്റീരിയൽസ് അതുപോലെ തന്നെ തിരിച്ച് എവിടെ നിന്നാണോ എടുത്ത് ആ ഷെൽഫിൽ കൊണ്ടുവയ്ക്കുന്നു, മാറ്റ് തിരിച്ച് റോൾ ചെയ്ത് കൊണ്ടുവയ്ക്കുന്നു. ഇതാണ് മാറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നെക്സ്റ്റ് സെൻസോറിയൽ ഏരിയ. നമുക്കറിയാം 5 സെൻസസ് ഉണ്ട്. ഈ 5 സെൻസസ് യൂസ് ചെയ്തിട്ട് കുറെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. നമ്മൾ ഹെലൻ കെല്ലറുടെ കാര്യം പറഞ്ഞു. ഹെലൻ കെല്ലർക്ക് 2 സെൻസാണ് നഷ്ടപ്പെട്ടത് അല്ലെ? കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റാത്ത ഒരു അവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അങ്ങനെ 2 സെൻസ് ഇല്ലാതാകുമ്പോ എന്താകും അവസ്ഥ? ഓക്കെ, സെക്കൻഡ്. എന്തോ ഭയങ്കര ഒരു ഒച്ച കിട്ടും, ഭയങ്കര കാറ്റാന്ന് തോന്നുന്നു, വാതിലടങ്ങുന്നതാണോ? ഓക്കെ, അപ്പം സെൻസോറിയൽ ഏരിയ. അപ്പൊ നമ്മളുടെ 5 സെൻസ്, നമുക്ക് ശരിക്കും 5 സെൻസസ് ആ ഓർഗൻസ് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ ശരിക്കും നമ്മളെ ഒന്ന് സെൽഫ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അതിൽ ഏത് സെൻസ് ആണ് ഏറ്റവും ഷാർപ്പ് എന്നുള്ളത് നമുക്ക് പിടികിട്ടും. എന്റെ ഓൾഫാക്ടറി സെൻസ് ആട്ടോ, എന്റെ നോസാണ് എന്റെ പോസിറ്റീവ്, എന്റെ ഷാർപ്പായിട്ടുള്ള സെൻസ് അതാണ്. നിങ്ങൾക്കും അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, പോലീസിൽ ചേരായിരുന്നില്ല എന്നൊക്കെ ആരോ ചോദിച്ചു, കളിയാക്കി ചോദിച്ചതാ. പോലീസ് ഡോഗ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചോദിച്ചതായിരുന്നു. അത് വേറൊന്നുമല്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബോയ്സ്, ആൺകുട്ടികള് ഡ്രിങ്ക്സ് യൂസ് ചെയ്തിട്ട് വരും. ക്ലാസ്സിന്റെ അന്നല്ല, ഇവർ ഈ വീക്കെൻഡ്സിൽ ഡ്രിങ്ക്സ് യൂസ് ചെയ്യും. പിറ്റേ ദിവസം വരുമ്പോഴേക്കും ഭയങ്കര ഒരു പൊളിച്ച മണമായിട്ട്. അപ്പൊ ഇത് എനിക്ക് കിട്ടും, ബാക്കിയുള്ള സ്റ്റാഫിനൊന്നും കിട്ടില്ല. അങ്ങനെ നമ്മള് കുട്ടികളെ പൊക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോ സ്റ്റാഫിനെ കളിയാക്കി പറയായിരുന്നു, ഭയങ്കര ഘ്രാണശക്തിയാണല്ലോ പോലീസിൽ ചേരായിരുന്നില്ലേ. അതൊരു അപ്രീസിയേഷൻ ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം നമുക്ക് മനസ്സിലായി നമ്മളുടെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള സെൻസ് ഏതാന്നുള്ളത്. ചിലർക്ക് അത് വിഷ്വൽ ആയിരിക്കും, ചിലർക്ക് ഓഡിറ്ററി ആയിരിക്കും. ഇപ്പം അശ്വതിക്ക് ഓഡിറ്ററി ആയിരിക്കും, അശ്വതി കേൾക്കുന്ന ഒരു പക്ഷെ എനിക്ക് കേട്ടിട്ടുണ്ടാവില്ല, ഞാനത് കേട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയും. അങ്ങനെ നമ്മളുടെ സെൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവരുടെ ഷാർപ്പായിട്ടുള്ള സെൻസ് ഏതാണെന്ന് മനസ്സിലാവും. അത് വെച്ചിട്ട് അവരുടെ സ്കില്ല് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ നല്ലപോലെ ഒബ്സർവ് ചെയ്താലേ നമുക്ക് അത് കിട്ടുള്ളൂ കേട്ടോ. അതാണ് മോണ്ടിസോറി മെത്തേഡിൽ ഒബ്സർവേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടത് ഒബ്സർവേഷൻ ആണ്. ആ ഒബ്സർവേഷൻ കിട്ടണമെങ്കിൽ അവർക്ക് നല്ല കോൺസെൻട്രേഷനും മൈൻഡ് കൺട്രോളും വേണം. അതുകൊണ്ടാണ് എവറി ഡേ കുറച്ച് സമയം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അതൊക്കെയാണ് മെഡിറ്റേഷനൊക്കെയുള്ള ഇമ്പോർട്ടൻസ്. ഒരു ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾക്ക് കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ ഫൈൻ. സോ സെൻസോറിയൽ ഏരിയയിൽ 5 സെൻസസിന്റെ കാര്യങ്ങൾ വരും. യെസ്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അവരുടെ സ്കില്ല് കണ്ടുപിടിക്കാം, അവരെ അതിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഇവിടെ വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് പല പല സ്മെല്ല് കിട്ടും. അപ്പൊ ഹസ്ബൻഡ് പറയും, നിനക്ക് ഇത് എവിടെ നിന്നാ കിട്ടുന്നതെന്ന് പറയും. അത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മളുടെ ഏതോ ഒരു സെൻസ് ഷാർപ്പായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ആ ഒരു ഓരോ കാഴ്ച കാണുന്നത്, ചില കളേഴ്സ്, ചില മെറ്റീരിയൽസ് ഭയങ്കര അട്രാക്റ്റീവ് കളേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ആ ഒരു വിഷ്വൽ സെൻസ് വെച്ചിട്ട് നമുക്കത് അതിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ നിങ്ങൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്തു. കാര്യം സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഏരിയയിൽ വരുന്നതാണ്, നമ്മളുടെ 3ാമത്തെ ഏരിയയായ ലാംഗ്വേജ് ഏരിയയിൽ വരുന്നതാണ്. പക്ഷെ അതിൽ സെൻസും കൂടെ വരുന്നുണ്ട് അല്ലെ. ടച്ച് ചെയ്ത് ആണ് അതിന്റെ ആ ലെറ്ററിന്റെ ആ ഒരു ഷേപ്പ് അവരുടെ ബ്രെയിനിലേക്ക് ഇംപ്രഷൻ ആയിട്ട് ചെല്ലുന്നത്. പിന്നെ അവർ തന്നെ അത് എഴുതാൻ തുടങ്ങുന്നത്. അല്ലാണ്ട് കൈ പിടിച്ച് നിർബന്ധിച്ച് നമ്മൾ എഴുതിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ചില സമയത്ത് സം കിഡ്സ് വിൽ ഡിമാൻഡ്, ചില കുട്ടികൾ ഡിമാൻഡ് ചെയ്യും, എന്റെ കൈ പിടിക്കാമോ എന്നാ ഞാൻ എഴുതാം. ബട്ട് ഡോണ്ട് ഫോഴ്സ്, നമ്മൾ ഫോഴ്സ് ചെയ്യാതെ അതൊക്കെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് അതൊരു കോൺഫിഡൻസ് ആ, പിന്നെ അവർ തന്നെ എഴുതിക്കോളും. നമ്മൾ അതല്ല, ഞാൻ ചെയ്യില്ല, നീ തന്നെ എഴുത, മോണ്ടിസോറി മെത്തേഡാണ് എന്റെ ഉള്ളിലുള്ളതെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത്. അവര് പറയുമ്പോൾ നമുക്കത് ചെയ്യാം. ഓക്കെ, അല്ലാതെ നിർബന്ധിച്ച് കയ്യില്
ഫോഴ്സ് ചെയ്ത് പിടിച്ചൊരിക്കലും കുട്ടികളെ എഴുതിക്കരുത്. അത് കുഞ്ഞു കൈകളാണ്, അവർക്ക് വേദനിക്കും. ഓക്കെ, അപ്പോ അത് ടാക്ടൈൽ സെൻസും കൂടെ വരുന്നുണ്ട് ശരിക്കും സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞത് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് നിങ്ങൾ ചെയ്യൂ എന്നുള്ളത്. കാരണം ടീച്ചിങ് പ്രാക്ടീസിന് പോയ ഒരു കുട്ടി പോലും അത് വേസ്റ്റ് ആണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എഴുതാതെ ഇരുന്ന മറ്റു ടീച്ചർമാർ ഉപേക്ഷിച്ച കുട്ടികള് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മെറ്റീരിയലാണ്. മറിയ മോണ്ടിസോറി ഇത്രയും ഫോർസൈറ്റോട് കൂടി ഉണ്ടാക്കിയ വേറൊരു മെറ്റീരിയൽ ഇല്ല. ഞാനൊരു സ്പെഷ്യൽ സ്കൂൾ വിസിറ്റ് ചെയ്യണ്ടായി. അവിടെ ചെന്നപ്പോ അവിടെയുള്ള എല്ലാ മെറ്റീരിയൽസും മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടുള്ളതാണ്. അതില് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് റിയലി ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് പാർഷ്യലി ബ്ലൈൻഡ്, ഫുള്ളി ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടുത്തെ ടീച്ചർമാര്. നമുക്കറിയാം മറിയ മോണ്ടിസോറി ഫസ്റ്റ് ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത തന്നെ സ്പെഷ്യൽ കുട്ടികളിലാണ്. ഏകദേശം 65ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് സാധാരണ കുട്ടികളിലേക്ക് ഇത് വന്നത്. അതിന്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു പറഞ്ഞു എന്ന് എനിക്കറിയില്ല. നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടെക്സ്ചറിലുള്ള സാൻഡ് പേപ്പേഴ്സ് കിട്ടും. അപ്പോ A4 സൈസില് സാൻഡ് പേപ്പർ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ചിലതൊക്കെ ഫുൾ ഇങ്ങനെ റോൾ അതിൽ നിന്ന് മുറിച്ച് തരുന്നതായിരിക്കും. A4 സൈസ് മതിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അങ്ങനെ മുറിച്ച് തരും. A4 ഷീറ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ഡിഫറെന്റ് ടെക്സ്ചറിലുള്ള സാൻഡ് പേപ്പർ വാങ്ങുക. മേക്ക് ഷുവർ കയ്യിൽ മുറിവ് വരാത്ത, ചിലത് ഭയങ്കര റഫായിരിക്കും. അപ്പൊ ഈ കുഞ്ഞു വിരലുകൊണ്ട് തൊടുമ്പോൾ ചിലപ്പം അവരുടെ വിരൽ വേദനയ്ക്ക് മുറിവ് വരും. അപ്പൊ അത് നോക്കിയിട്ട് ടെക്സ്ചർ നോക്കി വാങ്ങാം. എന്നിട്ട് നിങ്ങൾക്ക് ടച്ച് ടാബ്ലറ്റ്സ് ഉണ്ടാക്കാം. അതായത് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം 4 ടെക്സ്ചറിലുള്ള അങ്ങനെ വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 4 ടെക്സ്ചറിലുള്ളത് വാങ്ങിച്ചിട്ട് 4ഉം ഈക്വൽ സൈസിൽ കട്ട് ചെയ്ത് ഒരുപോലുള്ള കാർഡ്ബോർഡിൽ ഒട്ടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ഒരേ ടെക്സ്ചറിനെ ഗ്രൂപ്പ് ചെയ്യാനൊക്കെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ലോ കോസ്റ്റിന് നാച്ചുറൽ സംഭവങ്ങളാണ് മോണ്ടിസോറി ചെയ്തിട്ടുള്ളത്, മറിയ മോണ്ടിസോറി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സെൻസോറിയൽ ഏരിയയിൽ ഇങ്ങനെ സെൻസസ്. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ അല്ലെ, ഈ ടാക്ടൈൽ സെൻസിൽ ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്നതിൽ തെർമിക് സെൻസ് ടെമ്പറേച്ചർ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നോർമൽ വാട്ടറിന്റെ ടെമ്പറേച്ചർ നമുക്കറിയാം, നല്ല തിളച്ച വെള്ളത്തിന്റെ ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ലൂക്ക് വാം വാട്ടർ, ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നമുക്കറിയാം. ഐസ് വാട്ടർ അതിന്റെ ടെമ്പറേച്ചർ അറിയാം. ഐസ് ക്യൂബ്സിന്റെ ടെമ്പറേച്ചർ, അത് തണുപ്പാണെങ്കിലും നമ്മൾ ടെമ്പറേച്ചർ എന്നല്ലേ 0°C തന്നെയല്ലേ പറയുന്നത്, ടെമ്പറേച്ചർ എന്നല്ലേ പറയുന്നത്. അപ്പൊ തെർമിക് സെൻസ് മനസ്സിലാക്കാനായിട്ട് തെർമിക് ബോട്ടിൽസ് ഉണ്ട്. നമുക്ക് അവൈലബിൾ അല്ല, പക്ഷെ നിങ്ങൾക്ക് ആ ബോട്ടിൽസ് ഉണ്ടാക്കാം. ചെറിയ ഈ സൈസിൽ വരുന്ന ബോട്ടിൽ എടുക്കുക, ഒരേപോലുള്ള ബോട്ടിൽ എടുക്കുക, പല ചൂടുള്ള വെള്ളം അതിൽ സ്റ്റോർ ചെയ്യുക. ഇങ്ങനെയുള്ള ബോട്ടിൽ 8 എണ്ണം ഉണ്ട്. അതില് 4 ബോട്ടില് ഒരേ ടെമ്പറേച്ചർ ഉള്ളത് 2 ബോട്ടിൽസിൽ ഒഴിക്കും. അങ്ങനെ 4 എണ്ണം ഒരു സൈഡ്, 4 ഒരു സൈഡ്. ഇതിൽ രണ്ടിലും ടെമ്പറേച്ചർ കുപ്പിയുടെ പുറത്ത് ടച്ച് ചെയ്യുമ്പോൾ, ഗ്ലാസ് അല്ലേ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ മനസ്സിലാകും. അത് ടച്ച് ചെയ്തിട്ട് ആ ബോട്ടിൽസിനെ പെയർ ചെയ്യാന്നൊരു ആക്ടിവിറ്റി ഉണ്ട്, തെർമിക് ബോട്ടിൽസ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തെർമിക് ബോട്ടിൽസ് ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് തെർമിക് ബോട്ടിൽസ്. നിങ്ങളുടെ മോഡ്യൂൾ 3 വായിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്നുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട് ഏത് ഏജിലുള്ള കുട്ടികൾക്കാണ് ഈ ആക്ടിവിറ്റി, ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഔട്ട്കം എന്താണ്, കുട്ടികൾ എന്ത് മനസ്സിലാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറെ ഡെമോകളുണ്ട്. ജഗ്ഗിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് ഫില്ല് ചെയ്യാനോ ബോട്ടിലിൽ ഫില്ല് ചെയ്യാനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ പൾസസ് അതുപോലെ കണ്ടെയ്നേഴ്സിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ ഒരു ട്രെയും കൂടെ കൊടുത്ത് ഈ കണ്ടെയ്നർ ട്രെയിൽ വെച്ച് ഈ പൾസസ് ഇടുമ്പോഴേക്കും കുട്ടികൾ ചിലപ്പോൾ 2-3 പൾസസ് കടലയൊക്കെ ആണെങ്കിൽ തെറിച്ച് ട്രെയിൽ വീഴും. ട്രെയില് പിന്നെ ഓരോ പ്രാവശ്യം ഒരു റിപ്പീറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് തെറിച്ച് വീഴാത്ത രീതിയിൽ ഇടാനായിട്ട് അവർ ശ്രദ്ധിക്കും. അവരുടെ കോൺസെൻട്രേഷൻ കൂടും. അവരത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും അവരത് നല്ലപോലെ ചെയ്യും. അങ്ങനെയൊക്കെ കുറെ ആക്ടിവിറ്റീസ് ആണ്. കാണുമ്പോൾ നല്ല വാസ്റ്റ് ആയിട്ടുണ്ടാവും, പക്ഷെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വായിച്ചു നോക്കി അത് മനസ്സിലാകും. അപ്പൊ സെൻസോറിയൽ ഏരിയ അതാണ്. ദെൻ കംസ് ലാംഗ്വേജ് ഏരിയ. ലാംഗ്വേജ് ഏരിയയിൽ നമുക്കറിയാം റീഡിങ്, റൈറ്റിംഗ് നടക്കുന്നത് ലാംഗ്വേജ് ഏരിയയിലാണ് അല്ലെ. ഓക്കെ, ഏതാദ്യം വരിക ഉണ്ടാകുക, ഏറ്റവും ആദ്യം സംഭവിക്കുന്ന ഏതാ? റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ?
റൈറ്റിംഗ്. കുട്ടികൾ ഒരു അക്ഷരം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ എഴുതി വെച്ചിട്ട് അവരെന്താ പറയുന്നേ? ഞാൻ എ വരച്ചു, അല്ലെ, ഞാൻ ബി വരച്ചു. അവർക്ക് ആ ഡ്രോയിങ് എന്നുള്ള ഒരു ഇതാണ് അവരുടെ ഉള്ളില്. എഴുതി എന്നുള്ളതിനേക്കാൾ അവരെപ്പോഴും പറയും ഞാൻ എ വരച്ചു, ഞാൻ 1 വരച്ചു എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ. സോ ലാംഗ്വേജ് ഏരിയയിലാണ് നമുക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉണ്ട്, വേർഡ് റീഡിംഗ് കാർഡ് ഉണ്ട്, പിക്ചർ റീഡിംഗ് കാർഡ് ഉണ്ട്, അല്ലെ, ഇതെല്ലാം ലാംഗ്വേജ് ഏരിയയിൽ വരുന്നുണ്ട്. പിന്നെ ഈ എഴുതുന്നതാണ് ആദ്യം വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞു വിരലുകൾ, അതായത് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, അല്ലെ, ചെറിയ മസിൽസ് ഡെവലപ്പ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് വരണം. അവർക്ക് ആ റൈറ്റിങ്ങിന് പ്രാക്ടീസ് കിട്ടാനായിട്ട് നമുക്ക് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. പല രീതിയിലുള്ള പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. അത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 3 ബോർഡേ ആകെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കേർവ്ഡ് ആയിട്ടുള്ള ബോർഡ്, നമ്മുടെ മോസ്കിറ്റോ കോയിലില്ലേ അതുപോലെ ഇരിക്കും, അങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ള ബോർഡ്. പിന്നെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ, മോസ്കിറ്റോ കോയിൽ തന്നെ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന ആ ഒരു ഇത്. അടുത്തത് ഈ 2 ബോർഡിന്റെ കോമ്പിനേഷൻ, കർവും ഉണ്ട് സ്ട്രെയിറ്റും ഉണ്ട്. ആ രീതിയിലുള്ള പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ആയിരുന്നു ഞങ്ങൾ പഠിച്ച സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ മൂവബിൾ ആയിട്ടുള്ള ഒരു നോബ് ഉണ്ടാവും. ഇങ്ങനെ കൊണ്ടുപോയി ആ നോബിൽ പിടിച്ച് ഇങ്ങനെ ഇതാക്കാം. അപ്പൊ നമ്മളുടെ ഈ 3 പേരിലെ നോബിൽ പിടിച്ച് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ റൈറ്റിങ്ങിന് മുമ്പ് ഈ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ പ്രീ റൈറ്റിംഗ് ബോർഡിൽ പ്രാക്ടീസ് ചെയ്യും. പിന്നെ റൈറ്റിംഗിലേക്ക് ചെല്ലുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ 3 ഫിംഗേഴ്സ് മസിൽസ് നല്ല ഈസിലി ആയിട്ട് ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന പ്രീ റൈറ്റിംഗ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 മാത്രമല്ല, പല പല ഡിഫറെന്റ് ഷേപ്സ് ഉണ്ട്. ട്രീയുടെ ഷേപ്പ് ഉണ്ട്, വീടിന്റെ ഷേപ്പ് ഉണ്ട്. പിന്നെ നോബല്ല ഉള്ളത്, സെപ്പറേറ്റ് ഒരു പെൻ പോലെ സ്റ്റൈലസ്, പേരൊന്നും അതിനകത്ത് പറഞ്ഞില്ല, ഞാൻ സ്റ്റൈലസ് എന്നങ്ങ് പേരിട്ടത്. സ്റ്റൈലസ്, ഈ പെൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിലൂടെ വരയ്ക്കേണ്ടത്. നേരിട്ട് കാണും, ക്ലാസ്സിൽ കാണിച്ചു കാണും തോന്നുന്നു. ഓക്കെ, അത് പിന്നെ കുട്ടികള് ആദ്യം ലെറ്റേഴ്സ് പഠിക്കുന്നു. പിന്നെ ചെറിയ വേർഡ്സ് ലൈക്ക് ക്യാറ്റ്, ഡോഗ്, അല്ലെ, അങ്ങനെ ചെറിയ 3 ലെറ്റർ വേർഡ് പഠിക്കുന്നു. പിന്നെ 4 ലെറ്റർ വേർഡ് ആകും. പിന്നെ അങ്ങനെ കൂടുതൽ. അപ്പൊ അതിനനുസരിച്ച് പിങ്ക് സ്കീം, ബ്ലൂ സ്കീം, ഗ്രീൻ സ്കീം എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. പിന്നെ മൂവബിൾ ആൽഫബറ്റ്സ് ആണ് ഇവിടെ. മൂവബിൾ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു സ്കൂളിൽ എന്താ, ടീച്ചർ ബോർഡിൽ എഴുതുന്നു, കുട്ടി ഇരുന്ന് കാണുന്നു, കുട്ടിക്ക് വേണമെങ്കിൽ കുട്ടിയുടെ 4 ലൈനിലേക്ക് എഴുതി വെക്കാം, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ അങ്ങനെയാ കാണുന്നത്. അല്ലാതെ കുട്ടിക്ക് ആ ലെറ്ററിനെ നല്ല രീതിയിൽ ഒന്ന് പരിചയപ്പെടാൻ പറ്റുന്നില്ല. ടീച്ചർ കഴിയുമ്പോൾ മാറ്റുന്നു, അതൊക്കെയല്ലേ നടക്കുന്നത് ബോർഡിലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുകയാണ് മൂവബിൾ ആൽഫബറ്റ്സ്. അതായത് ആൽഫബറ്റ്സ് കയ്യിലെടുത്ത് നോക്കാം. ഇപ്പൊ നമ്മൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അത് കയ്യിലെടുത്തിട്ട് കുട്ടിക്ക് അത് ട്രേസ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ നമുക്ക് ആൽഫബറ്റ്സ് എല്ലാം മൂവബിൾ ആൽഫബറ്റ്സ് ഉണ്ട്, കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ലൂസായിട്ട്. ഇത് 2 ടൈപ്പ് ഉണ്ട്, സ്മോൾ മൂവബിൾ ആൽഫബറ്റ്സും ലാർജ് മൂവബിൾ ആൽഫബറ്റ്സും. ഇതിൽ തന്നെ വേറെയും ഉണ്ട്, അതായത് സ്മോൾ മൂവബിൾ ആൽഫബറ്റ്സ്, ലാർജ്, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ചെറിയ സൈസിലുള്ളത്, അതാണ് സ്മോൾ മൂവബിൾ ആൽഫബറ്റ്സ് ലാർജ് എന്ന് പറയുന്നത്. ഇനി സ്മോൾ മൂവബിൾ ആൽഫബറ്റ്സ് സ്മോൾ ലെറ്റേഴ്സ് ചെറിയ സൈസിലുള്ളത്. ഇനി അതുപോലെ തന്നെ സ്മോൾ ലെറ്റേഴ്സ് വലിപ്പമുള്ളതുണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വലിപ്പമുള്ളതുണ്ട്. ചെറിയ കുട്ടികൾക്ക് നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ വലിയ അക്ഷരമായിട്ടല്ലേ എഴുതി കൊടുക്കുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നോട്ട്ബുക്കിന്റെ ഒരു ഫുൾ പേജിൽ എഴുതി പറ്റും. അല്ലെങ്കിൽ സ്ലേറ്റ് ആണെങ്കിൽ സ്ലേറ്റിന്റെ ഒരു സൈഡ് മുഴുവനും ആന്നുള്ള ഒറ്റ അക്ഷരം അത്രയും വലുതായിട്ട് എഴുതും. കുറെ കഴിയുമ്പോഴാണ് നമ്മൾ 2 ലൈനിലേക്ക് എഴുതുമ്പോൾ സൈസ് കുറയുന്നത്, അല്ലെ. വലിപ്പമുള്ള സ്മോൾ ലെറ്റേഴ്സും വലിപ്പമുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സും ടെക്സ്റ്റും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ വലിപ്പം കുറഞ്ഞ സ്മോൾ ലെറ്റേഴ്സും വലിപ്പം കുറഞ്ഞ ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട്. അതാണ് 4 ടൈപ്പായിട്ട് അങ്ങനെ വരുന്നത്. ഇപ്പൊ ആ ഒരു ആൽഫബറ്റ്സ് ലാംഗ്വേജ് ഏരിയയിൽ അതൊക്കെ വന്നു. ഇനി മാത്തമാറ്റിക്കൽ ഏരിയ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ അല്ലെ മാത്തമാറ്റിക്കൽ ഏരിയ. നമ്മൾ കുട്ടികൾ എന്താ പഠിച്ചു തുടങ്ങണേ? നമ്പറിന്റെ ഫെമിലറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ. 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് ഇങ്ങനെ ഇരിക്കണേന്നൊക്കെ അവർ അറിയണുള്ളൂ. പിന്നെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം, 2 എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം, അതൊക്കെ മനസ്സിലാക്കാനായിട്ട് കാർഡ്സും കൗണ്ടേഴ്സും ഉണ്ട്. പിന്നെ സാൻഡ് പേപ്പർ നമ്പേഴ്സും ഉണ്ട് നമുക്ക്. ഇനി നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് 4 എണ്ണം വരുന്നുണ്ട്. ദാറ്റ് ഇസ് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ 4 ഓപ്പറേഷൻസും ചെയ്യാൻ കൈയും
കാലം ഒന്നുമല്ല ടേബിൾസും അല്ല അവർ ഉപയോഗിക്കുന്നത്, ബോർഡാണ് ഉപയോഗിക്കുന്നത്. ഒരു ബോർഡ് ഗെയിം ചെയ്യുന്ന പോലെ ഇവരിതെല്ലാം പഠിക്കും. ഈ ഓപ്പറേഷൻസ് എല്ലാം ഇവർ പഠിക്കും, ഈ 4 ഓപ്പറേഷൻസ് പഠിക്കും. ഇനി ഇതില് നമുക്ക് ഇത് കൂടാതെ ബീഡ്സ് ഉണ്ട്. അതായത് നമുക്കറിയാലോ ബീഡ് സ്ട്രിങ് എല്ലാം എല്ലാരും ചെയ്തിട്ടുണ്ടാകും. ആ ബീഡ് സ്ട്രിങ് തന്നെ നമുക്ക് 10 സെറ്റ് ആണ്. അതായത് 1 എന്നുള്ളത് 10 ഉണ്ടാകും, അതുപോലെ തന്നെ 2, അതുപോലെ 10, അങ്ങനെ ആ രീതിയിൽ ഓരോന്നിനും ഓരോ കളർ ഉണ്ട്. പിന്നെ ബീഡ് സ്റ്റെയർ ഉണ്ട്. ഈ ഓരോ 10 പോർഷൻസ് ഉണ്ടാവും, അതിൽ ഓരോന്നും വെക്കാൻ പറ്റുന്ന ബീഡ് സ്റ്റെയർ നമുക്കുണ്ട്. ഇനി ഇത് കൂടാതെ ബീഡ്സ് പിരമിഡ് ഉണ്ട്. നമ്മുടെ കയ്യിൽ അതില്ല, ഭയങ്കര കോസ്റ്റ്ലി ആണ് ബീഡ് പിരമിഡിനും. അതുപോലെ തന്നെ ഒരു ക്യൂബ് ഉണ്ട്. ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10ന്റെ പവേഴ്സ് ആണ് അതിൽ വരിക. 10 അങ്ങനെ ക്യൂബും വരാറുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സാർ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, തെറപ്പിസ്റ്റ് ആണ്. സാറിന്റെ സ്റ്റാറ്റസിൽ ഞാൻ കണ്ട ഒരു നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നു. നമുക്കൊരു A4 പേപ്പറിന്റെ സൈസില് നമ്മളുടെ വീട്ടിലെ കാർട്ടൺസ് ഒക്കെ വരില്ലേ, കൊറുഗേറ്റഡ് പേപ്പർ അറിയാലോ, ഇങ്ങനെ കാർട്ടൺ എന്താ പ്ലെയിൻ ആയിട്ടൊരു പേപ്പർ ഉണ്ടാവും, അതിന്റെ നടുക്ക് ഇങ്ങനെ ഹോൾസ് ഉള്ള രീതിയിലുള്ള, മനസ്സിലായോ? കൊറുഗേറ്റഡ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ എയർ ഹോൾസ് പോലെ ഉണ്ടാവും. അതുകൊണ്ട് വെയിറ്റ് ഉണ്ടാവില്ല, പക്ഷെ നല്ല ബലമായിട്ടിരിക്കും. എന്നിട്ട് മറ്റേ സൈഡ് ഒരു ഫൈൻ പേപ്പർ, ആ രീതിയിൽ ഒട്ടിച്ച രീതിയിലല്ലേ കാർട്ടന്റെ ഒരു സൈഡൊക്കെ ഉണ്ടാവും. A4 സൈസിൽ കട്ട് ചെയ്തെടുക്കുക, അങ്ങനെ വീടുകളിൽ എന്തെങ്കിലും കിട്ടുന്ന കാർട്ടൺസ്. എന്നിട്ട് ഈ അതിന്റെ വിത്ത് സൈഡ് വരുമല്ലോ, ആ വിത്ത് സൈഡിന്റെ ഏകദേശം മിഡിലായിട്ട് കുറച്ച് എഡ്ജിന് നീക്കിയിട്ട് ഇവിടെ ഒരു ഹോൾ ഇടുക. അതേ ലെവലില് ഈ സൈഡിൽ നിന്നും ഒരു ഹോൾ ഇടുക. ഓക്കെ, എന്നിട്ട് നല്ലൊരു ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് തുന്നുന്ന പോലത്തെ ത്രെഡ് അല്ല, കുറച്ചുകൂടെ തിക്നെസ് ഉള്ള ത്രെഡ് എടുത്തിട്ട് ഈ ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്യുക. ബാക്ക് സൈഡ് സെക്യൂർ ചെയ്ത് വെക്കുക, അത് ഊരി പോകാതിരിക്കാൻ കെട്ടി വെച്ച് സെക്യൂർ ചെയ്യുക. എന്നിട്ട് ആ ത്രെഡിന്റെ ഒരറ്റം നമ്മൾ സെക്യൂർ ചെയ്തു, മറ്റേ അറ്റം ഫ്രീ ആണ്. നമ്മുടെ ഇതുപോലത്തെ ബീഡ്സോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുപ്പമുള്ള ബീഡ്സ്, ഈ കളർ പോകാത്ത രീതിയിലുള്ള ബീഡ്സ് എടുത്തിട്ട് ഈ ത്രെഡിന്റെ ഈ ഒരു നീളം ഇല്ലേ, ഈ ഒരു A4ന്റെ നീളം വരില്ലേ, അതിനേക്കാൾ ഒരു നീളം വേണം കേട്ടോ ത്രെഡിന്. ആ A4 വരെ നീളം വരുന്നതിൽ ഒരു 3/4 ഭാഗത്ത് ഈ ബീഡ്സ് കോർത്ത് വെക്കുക. 1/4 ഫ്രീ ആക്കി വിടുക. എന്നിട്ട് ഈ ഇവിടെയോ നമ്മൾ ഹോള് വെച്ചിട്ടുണ്ട്, അതിലൂടെ ത്രെഡിന്റെ മറ്റേ അറ്റം ഇൻസേർട്ട് ചെയ്ത് ബാക്ക് സൈഡ് നല്ല ടൈറ്റ് ആയിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. ഇത് നല്ല ടൈറ്റ് ആയിട്ട് ത്രെഡും അതില് ബീഡ്സും ഉണ്ട്. ഇനി ഇത് യൂസ് ചെയ്തിട്ട്, ഈ ബോർഡ് യൂസ് ചെയ്ത് നമുക്ക് കുട്ടികളെ കൊണ്ട് അഡിഷനും ചെയ്യിക്കാം, സബ്ട്രാക്ഷനും ചെയ്യിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ത്രെഡില് ഇവിടെ നിന്ന് ഇവിടം വരെ ബീഡ്സ് കിടക്കാന്ന് വിചാരിച്ചു, ഒരു 10-12 ബീഡ്സ് എന്ന് വിചാരിക്കാം. നമുക്ക് എത്രയാണോ മാക്സിമം കയറ്റാൻ പറ്റുന്ന അത്രയും 1/4 പോർഷൻ നമ്മൾ ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് 4+3 ആഡ് ചെയ്യണം. ഞാൻ 4 എന്നുള്ള നമ്പർ ഒരു പേപ്പറിൽ ഇവിടെ എഴുതിയിട്ട് വെക്കാം. പിന്നെ നടുക്ക് പ്ലസ് എന്നുള്ള സൈൻ വേറൊരു കൊച്ചു പേപ്പറിൽ എഴുതുക. അടുത്തൊരു സ്ക്വയർ പേപ്പറിൽ 3 എന്നുള്ളത് എഴുതിയിട്ട് ഇവിടെ വെക്കുക. ഈക്വൽ ടു കൊടുക്കുക. 4 ആദ്യത്തെ നമ്പർ, ഈ നമ്മളുടെ ഈ എൻഡിൽ ഇങ്ങനെ ബീഡുണ്ട്, 4 ബീഡ്സിനെ ഈ എൻഡിലേക്ക്, ഫ്രീ ആയിട്ടുള്ള എൻഡിലേക്ക് 4 ബീഡ്സിനെ കൊണ്ടുവയ്ക്കുക. അടുത്ത നമ്പർ ഏതാ? 3. അടുത്ത 3 ബീഡ്സിനെ ആ 4 ബീഡിന്റെ കൂടെ ചേർക്കുക. ടോട്ടൽ കൗണ്ട് ചെയ്യാം. ഈ സൈഡിലെ 7 ആൻസർ പേപ്പറിൽ എഴുതിക്കുക കുട്ടികളെ കൊണ്ട്. ഇനി 5 - 2 ആണ് ചെയ്യിക്കില്ലെങ്കിൽ 5 നമ്പർ ഇവിടെ എഴുതുക, -2 എന്നുള്ള നമ്പർ എഴുതുക. 5 എന്നുള്ള നമ്പർ അത് അത്രയും ബീഡ്സ് ഇവിടെ കൊണ്ടുവയ്ക്കുക. സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ടേക്ക് അവേ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് കുട്ടികളിൽ ആദ്യം കൊണ്ടുവരണം. എന്നിട്ട് ഈ 5 ബീഡിൽ നിന്ന് 2 ബീഡിനെ മാറ്റുക, ബാലൻസ് കൗണ്ട് ചെയ്യുക, എഴുതിക്കുക. ഈ രീതിയിൽ നമുക്കൊരു അഡീഷൻ, സബ്ട്രാക്ഷൻ യൂസിങ് ബീഡ്സ്, ഇതും അറിയാൻ മോണ്ടിസോറി ഡിസൈൻ ചെയ്തിട്ടൊന്നുമില്ല, ബട്ട് ആ ബീഡ്സിന്റെ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ആരോ ഡിസൈൻ ചെയ്ത നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല കളർഫുൾ ബീഡ്സ് വാങ്ങിക്കുക, ഇത് ചെയ്യാം. ഇതിന്റെ വലുപ്പം കൂട്ടുവാണെങ്കിൽ, ഈ ബോർഡിന്റെ വലുപ്പം കൂട്ടുവാണെങ്കിൽ നമുക്ക് വലിയ വലിയ നമ്പറുകൾ ഇതുപോലെ ചെയ്ത് കാണിക്കാം. അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റിയ നല്ലൊരു മെത്തേഡ്.
നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഉണ്ടാക്കാം. ചെറിയ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്, നന്നായിട്ട് തോന്നി. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വലിയ കോസ്റ്റ് ഇല്ല. ആകെ ഈ ബീഡ്സ് വാങ്ങുന്ന കോസ്റ്റ് ഉണ്ടാവും, പിന്നെ ഈ ത്രെഡ് സംഘടിപ്പിക്കുക എന്നുള്ളത്. മറ്റേ കാർഡ്ബോർഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഒരു കാർഡ്ബോർഡ് എടുക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കിത് പിയേഴ്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മറ്റേ കട്ടിയുള്ള കേക്ക് പേസിന്റെ പോലത്തെ ഒക്കെ കാർഡ്ബോർഡ് ആകുമ്പോൾ നമ്മൾ ഹോൾ ഇടാൻ ഇച്ചിരി വിഷമിക്കും. പക്ഷെ കുറച്ചുകൂടെ അത് സേഫ് ആയിരിക്കും തോന്നുന്നു, കട്ടിയുള്ളതുണ്ട്. ഇങ്ങനെയുള്ള കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ തോന്നുന്നതൊക്കെ പരസ്പരം ഷെയർ ചെയ്യുകയോ അങ്ങനെ കാണിക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഐ ഹാവ് ദ വീഡിയോ, ഞാൻ ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും ഒരാൾക്ക് അയച്ചു തരാം. ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഇപ്പം മാത്തമാറ്റിക്കൽ ഏരിയയിൽ ഇത്രയും വരും. ബോർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ബോർഡിന്റെ നല്ല കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് തോന്നും. കാരണം അഡീഷനും സബ്ട്രാക്ഷനും ബോർഡ് കണ്ടാൽ ഒരുപോലെ ഇരിക്കും, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ ബോർഡ് കണ്ടാൽ ഒരുപോലെ ഇരിക്കും. നമ്മളത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലും ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. യൂട്യൂബ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നല്ല വീഡിയോസ് ഉണ്ട്, ഈവൻ ഷോർട്ട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് വലിയ വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് ഒന്ന് എഴുതി വെക്കും. വരാത്തവർക്ക് വേണ്ടി വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല വീഡിയോ എടുക്കുക, നല്ലതായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുക മനസ്സിലാകാനായിട്ട്. ദെൻ മാത്തമാറ്റിക്കൽ ഏരിയ കഴിഞ്ഞു, ലാംഗ്വേജ് ഏരിയ കഴിഞ്ഞു, സെൻസോറിയൽ ഏരിയ കഴിഞ്ഞു, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ കഴിഞ്ഞു. ലാസ്റ്റ് വൺ സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. അവിടെ നമുക്ക് മാപ്പ്, അറ്റ്ലസ്, ഗ്ലോബ്, പിന്നെ സോളാർ സിസ്റ്റത്തിന്റെ മോഡൽസ്, അതിന്റെ പിക്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ വെക്കുന്നത്. കലണ്ടർ, ക്ലോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ സൂക്ഷിക്കും. പിന്നെ അതുപോലെ തന്നെ ഗാർഡൻ ഉണ്ടാവും, വെജിറ്റബിൾ ഗാർഡനും അല്ലാത്ത ഗാർഡനും, പിന്നെ ഇന്റീരിയർ പ്ലാന്റ്സ് ഉണ്ടാവും. ചില മോൺസറി സ്കൂളുകളിൽ പെറ്റ്സ് ഉണ്ടാകും. ചിലയിടങ്ങളിൽ വാട്ടർ പ്ലേ ഏരിയ, വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകും. സാൻഡ് പിറ്റ് ഏരിയ, മണ്ണിൽ കളിക്കാനുള്ള സ്പേസ് ഉണ്ടാകും. കുട്ടികളെ കൊണ്ട് കാലുകൊണ്ട് മണ്ണിങ്ങനെ കുഴപ്പിക്കും. അതൊക്കെ ആൾക്കാരൊക്കെ ചെയ്തിട്ടില്ലേ, പാടത്തൊക്കെ ഇങ്ങനെ മണ്ണിങ്ങനെ കാലുകൊണ്ട്, അതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ചെടി നടിയിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാം ഈ സയൻസ്, അതർ കൾച്ചറൽ ഏരിയ. അപ്പൊ നമ്മള് പ്രാക്ടിക്കൽ സെഷന് വരുമ്പോൾ നമ്മൾ ഈ 4 ഏരിയയിലുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. മറ്റേത് മ്യൂസിക് ഏരിയ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെയാണ് അത് പറ്റിയാൽ ഒരു മോണ്ടിസോറി സ്കൂളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. കുറച്ച് ദിവസം ഇവിടെ ട്രെയിനിങ് ചെയ്യാൻ അവരെ ഫോർമറ്റ് ചെയ്യുവാണെങ്കിൽ അത് ചെയ്യാം. മെറ്റീരിയൽസ് മനസ്സിലാക്കുക, അതൊക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും മോഡ്യൂൾ 3 വരുന്നത്. ഈ 5 ഏരിയയെ കുറിച്ച് നമ്മൾ നല്ലപോലെ അത് മനസ്സിലാക്കാം. നിങ്ങൾ എഴുതിയ റെക്കോർഡ് ബുക്കിന് മെയിൻ ആയിട്ട് വരുന്ന മെറ്റീരിയൽസിന്റെ എല്ലാം ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയയിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷേപ്സ്, ഡിഫറെന്റ് ജോമെട്രിക്കൽ ഷേപ്സ് ഉണ്ട്, ബൈനോമിയൽ ക്യൂബ്സ് ഉണ്ട്, ട്രൈനോമിയൽ ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, ബൈനോമിയൽ ക്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഓൾജിബ്ര പഠിക്കുമല്ലോ. നമ്മൾ പഠിക്കുന്ന എപ്പോഴാണ് 6, 7, 8 ആ ഒരു ക്ലാസ് ഒക്കെ ആകുമ്പോഴല്ലേ ഈ കുട്ടികൾക്ക് അതിന്റെ കൺസെപ്റ്റ് ചെറിയ ക്ലാസ്സിൽ കിട്ടും. അപ്പൊ അവർക്ക് ഓൾജിബ്ര പഠിക്കാറാവുമ്പോഴേക്കും ജോമെട്രി പഠിക്കാൻ പോകുമ്പോഴാവുമ്പോഴേക്കൊക്കെ അവർക്ക് ആ ഒരു ഐഡിയ കിട്ടും. ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പൊ ബൈനോമിയൽ ക്യൂബ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെയർ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഫസ്റ്റ് ലെയറിൽ 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4 പീസസ് ഉണ്ടാകും. സെക്കൻഡ് ലെയറിൽ 2 സ്ക്വയർ, ദാറ്റ് ഈസ് അഗെയിൻ 4 പീസസ്. അപ്പൊ ടോട്ടൽ ബൈനോമിയൽ ക്യൂബ്സിൽ 8 ഷേപ്സ് ഉണ്ടാവും. അത് ക്യൂബ് മാത്രമല്ല, ക്യൂബോയിഡും ഉണ്ടായിരിക്കും. അതിന്റെ കളർ കോമ്പിനേഷൻ ബ്ലൂ, റെഡ്, ബ്ലാക്ക്. ഫുൾ റെഡ് ആയിട്ടുള്ള ക്യൂബ് ഉണ്ട്, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളതുണ്ട്, ഫുൾ ബ്ലൂ ആയിട്ടുള്ളതുണ്ട്, ബ്ലൂവും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത ഷേപ്പ് ഉണ്ട്, ബ്ലാക്കും റെഡും കൂടെ മിക്സ് ചെയ്ത ഷേപ്പ് ഉണ്ട് ബൈനോമിയൽ ക്യൂബ്സിൽ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബൈനോമിയൽ ക്യൂബ്സ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ട്രൈനോമിയൽ ക്യൂബ്സ്. ട്രൈനോമിയൽ ക്യൂബ്സ് എന്ന് പറയുമ്പോഴേക്കും 3 അല്ലെ, ട്രൈ എന്ന് പറഞ്ഞാൽ 3 അല്ലേ. ഫസ്റ്റ് ലെയർ 3 സ്ക്വയർ, സെക്കൻഡ് ലെയർ അഗെയിൻ 3 സ്ക്വയർ, തേർഡ് ലെയർ 3 ലെയർ ഉണ്ട് 3 സ്ക്വയർ. അപ്പോ 9, 9, 9 27 ഷേപ്സ് ആയിരിക്കും. ക്യൂബും ക്യൂബോയിഡ്സും കൂടെ ആകെ 27 പീസസ് ഉണ്ടാകും. ഓക്കെ, അതിലും ബൈനോമിയൽ ക്യൂബ്സിന്റെ പോലെ തന്നെ ബ്ലൂ, റെഡ്, ബ്ലാക്ക്, പിന്നെ അതിന്റെ കോമ്പിനേഷൻസ് എക്സ്ട്രാ ആയിട്ട് വരുന്നത് യെല്ലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. യെല്ലോ ആണ്. ആ രീതിയിലാണ് ബൈനോമിയൽ ക്യൂബ്സും ട്രൈനോമിയൽ ക്യൂബ്സും. പിന്നെ ഷേപ്സ് ഉണ്ട്, പല ടൈപ്പ് ട്രയാങ്കിൾസ്, പിന്നെ മെറ്റൽ ഇൻസെക്ട്സും. അത് നമ്മൾക്ക് അവൈലബിൾ അല്ല. എന്നുവെച്ചാൽ നമുക്ക് വുഡൻ പീസസ്, സിലിണ്ടേഴ്സ് ഉണ്ട്, നോബിളുള്ള സിലിണ്ടറും നോബിളർ സിലിണ്ടേഴ്സും ഉണ്ട്. അത് സെൻസോറിയൽ ഏരിയയിലാണ്.
പിന്നെ വുഡനിലുള്ള അതായത് നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം നാച്ചുറൽ ഒബ്ജക്ട്സ് എന്നുള്ളതാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതായത് വുഡൻ ഉള്ളതുണ്ട്, ഗ്ലാസ് ഉണ്ട്, മെറ്റൽ ഉണ്ട്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം. പ്ലാസ്റ്റിക്, ആർട്ടിഫിഷ്യൽ, സിന്തറ്റിക് ഒന്നും അതിലില്ല. പിന്നെ ടച്ച് ഫാബ്രിക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് നമുക്ക് പല രീതിയിലുള്ള ക്ലോത്ത് അവൈലബിൾ ആണ് അല്ലെ. കോട്ടൺ, ജൂട്ട്, സിൽക്ക്, പിന്നെ ലിനൻ, അങ്ങനെ പല ടൈപ്പ്. കോട്ടൺ തന്നെ റഫ് ആയിട്ടുള്ളതുണ്ട്, സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൺ ഉണ്ട്, പിന്നെ കോട്ടണും സിൽക്കും കൂടെ കോമ്പിനേഷൻസ് ഉണ്ട്. പോളിസ്റ്റർ, സിന്തറ്റിക് അതൊന്നും എടുക്കരുത്. അങ്ങനെ ഏതെങ്കിലും ടൈലറിംഗ് ഷോപ്പിൽ പോവുകയാണെങ്കിൽ നാച്ചുറൽ ഫൈബേഴ്സിന്റെ ക്ലോത്ത് പീസസ് കിട്ടുവാണെങ്കിൽ ഒരു ഹാൻഡ് കർച്ചീഫ് സൈസിൽ കട്ട് ചെയ്ത് അതിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഭംഗിയാക്കിയിട്ട് അത് നമുക്ക് ടച്ച് ഫാബ്രിക്സ് ആയിട്ട് കുട്ടികൾക്ക് കാണിക്കാം. അതും മോണ്ടിസോറി ഡിസൈൻ ചെയ്തൊരു മെറ്റീരിയൽസ് തന്നെയാണ് ടച്ച് ഫാബ്രിക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡ്യൂൾ 3-ലുള്ളത്. അപ്പോ എഴുതുമ്പോൾ പ്രാക്ടിക്കൽ ആ ഒരു 5ാമത്തെ റെക്കോർഡ് എഴുതുമ്പോൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടൊന്ന് എഴുതുന്നത് നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കോപ്പി ചെയ്യുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ കോപ്പി ചെയ്ത് വെക്കും, പക്ഷേ എന്താണ് എഴുതിയെന്ന് മനസ്സിലാക്കില്ല. വൈവയ്ക്ക് വരുമ്പോൾ റെക്കോർഡ് കംപ്ലീറ്റ് ആയിരിക്കും, പക്ഷെ അതിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും പറയാതെ പറയുന്നവരുണ്ട് കേട്ടോ. അവരത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വന്ന് അങ്ങനെ പറയുന്നവരുണ്ട്. ഒട്ടും ചിലപ്പോ പറയാൻ പറ്റാതെ വരും. അത് ഈ വായിക്കാതെ മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് എഴുതുന്നില്ല, വേഗം അങ്ങ് എഴുതി കോപ്പി ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഇത്രയുമാണ് കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? എനിത്തിങ് റിഗാർഡിങ് എനിത്തിങ് അസൈൻമെന്റ്, സർവേ, റിപ്പോർട്ട്? ഞാനിത് പെട്ടെന്ന് ഇതിലേക്ക് വന്നത് തീർക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണേ. യെസ്, നാളെ ട്രാവൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മാം, ഞാൻ ചെയ്യുന്നുണ്ട്. എവിടുന്നാ വരുന്നേ? മലപ്പുറം. എപ്പ എത്തും അപ്പൊ ഇവിടെ? രാത്രി 9 മണിയാകുമ്പോ എത്തും. എവിടെ സ്റ്റേ? ഇവിടെ ഗ്രൂപ്പിലായിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്, ഓളുടെ വീട്ടിൽ നിൽക്കാന്നാ വിചാരിക്കുന്നത്. എവിടെയാ അത്? പറവൂര് തന്നെ. മിസ് 23rd കാണില്ലേ? മിസ് ഉണ്ടാവില്ല, മിസ് അല്ലേ വൈബ്? ഞങ്ങളൊക്കെ 23rd വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനുണ്ട് ഇൻഷാല്ല, പിന്നെ കല്ലമ്പലത്ത് നൻസി, പിന്നെ ഷംന ഉണ്ട്. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാം. തലേ ദിവസം ഇറങ്ങുന്ന കാര്യം ഒന്നും ആയില്ല. ചിലപ്പോൾ മോർണിംഗ് ബസ്സിൽ സൂപ്പർ ഫാസ്റ്റിൽ വരാനുള്ളൊരു ഒന്നും ആയിട്ടില്ല. വർക്കൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാം തീർത്ത് പ്രിപ്പയർ ആയിട്ടൊക്കെ ഇറങ്ങാന്നുള്ളൊരു. നമുക്ക് 9 തൊട്ട് 3:30 വരെ ഉള്ളു അല്ലേ മാം? 3 മണി വരെ. നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ജസ്റ്റ് അത് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ആ ട്രാക്കിലേക്ക് ആവും, പെട്ടെന്ന് തീരും, എല്ലാരും ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾക്ക് ഇതുവരെയും കണ്ടിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10:30-ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത 2 മണിയാകുമ്പോൾ തീരുന്നുണ്ട്. ഒരു 50-55 നമ്പേഴ്സ് കുട്ടികൾ വരുമ്പോ തന്നെ. മൊത്തത്തിലൊരു പ്ലാനിങ് അങ്ങോട്ട് ആയില്ല. അർച്ചനയും ചിലപ്പോ ആലപ്പുഴയിൽ നിന്ന് ജോയിന്റ് ആവും. ഒന്നും അങ്ങോട്ട് തീരുമാനിച്ചില്ല. സത്യം പറഞ്ഞാൽ ടൈം ഇല്ല മാം. നാളെ ഇനി ഇൻഡിപെൻഡൻസ് ഡേ സ്കൂളിൽ സെലിബ്രേഷൻ കൂടെ കഴിയുമ്പോൾ ഒന്ന് കുറച്ചൊന്ന് ഫ്രീ ആവും. എന്നിട്ട് വേണം തീരുമാനിക്കാൻ ഒന്നും കൂടെ. സർവേ പറഞ്ഞപ്പോഴേ ഞാൻ മോന്റെ കല്യാണത്തിന് വേണ്ടി ക്ലാസ്സിലില്ലായിരുന്നു. റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ ടൈം കിട്ടിയില്ല. മാമിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ബ്രീഫ് ചെയ്ത് ഒന്ന് പറഞ്ഞാൽ എനിക്കൊരു സമയമുള്ളതുകൊണ്ട് ഞാൻ ബ്രീഫ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ക്ലാസ് കാണാൻ പറയുന്നത്. ജസ്റ്റ് മാം ഒന്ന് അതിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നുണ്ട്. കണ്ടിരുന്നോ? ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത സർവേയുടെ ക്വസ്റ്റ്യനെയർ കണ്ടിരുന്നോ? ഇല്ല, ഒന്നും കണ്ടില്ല മാം, ടൈം കിട്ടിയില്ലല്ലോ. പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ എത്ര പാരന്റ്സ് ഗ്രൂപ്പിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത് ക്ലാസ് റൂം അതിലൊന്ന് ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടാകും. അപ്പൊ അതില് ഒരു 35 ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അതെല്ലാം ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. യെസ് ഓർ നോ, അല്ലെങ്കിൽ നോട്ട് ഷുവർ, സംടൈംസ്, അങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ
നിങ്ങളുടെ കുട്ടി പഠിപ്പിക്കുന്ന ടീച്ചർ ട്രെയിൻഡ് ആണോ, നമുക്ക് ഉറപ്പില്ലല്ലോ, അറിയില്ല. സോ നോട്ട് ഷുവർ. ആണെങ്കിൽ യെസ് ഇടുക. അങ്ങനെ നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ എന്താണ്, നമ്മൾക്കെന്നല്ല, നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പാരന്റ്സ്, നമ്മൾ മിനിമം 5 പാരന്റ്സിന് ഡേറ്റ കളക്ട് ചെയ്യണം. ഈ മിനിമം 5 പാരന്റ്സ് ഏതെങ്കിലും ഒക്കെ ഒരു സോഷ്യൽ ലെവലിലാണെങ്കിൽ നന്നായിരിക്കും. ഒരേ ഫിനാൻഷ്യൽ ലെവൽ, ഒരേപോലെ ജോലിയുള്ളവർ, അങ്ങനെയുള്ളവരുടെ അടുത്ത് നമുക്ക് ഒരേപോലെ ആ ഡേറ്റ കിട്ടുള്ളൂ. അപ്പൊ പല ഡിഫറെന്റ് ടൈപ്സിലുള്ള അതെ, പല ലെവൽസിൽ ജീവിക്കുന്ന കുട്ടികളുടെ പാരന്റ്സിന്റെ നിന്ന് എടുക്കുക. ഞാൻ പ്രീ സ്കൂൾ കുട്ടികൾക്കാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് വേണമെന്നില്ല, അഡോളസൻസ് വരെ ചെയ്താൽ ഏറ്റവും നല്ലത് തന്നെയാണ്. കാരണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ അഡോളസൻസിലേക്ക് കയറുന്ന കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസും അവർക്ക് ഇത്തിരി ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പൊ പാരന്റ്സ് ഭയങ്കരമായിട്ട് അവരെ കൊണ്ട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ സർവേക്ക് ചെല്ലുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മളുടെ ഒരു അപ്രോച്ച്. അങ്ങനെ ഉണ്ടായ കാര്യങ്ങളുണ്ട് കേട്ടോ, അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ അങ്ങനെ ആ ഡേറ്റാസ് എടുക്കുന്നു. എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അതൊരു റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അവരുടെ ആ പേപ്പർ അവർ ഫില്ല് ചെയ്തോളൂ. നമ്മളെ ഡേറ്റാസ് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്തുകൊണ്ടാണ് പേരന്റ്സിനെ സമീപിക്കുന്നത്. അതെ അതെ, ആ ഡേറ്റ ഒരു PDF ഒറ്റ പേജാ. അങ്ങനെ എത്ര പേര്, 10 പേരെ കാണുന്നുണ്ടെങ്കിൽ 10 പ്രിന്റ് ഔട്ട്സ് എടുക്കുക, 10 പേർക്ക് കൊടുക്കുക. അവരത് ഫില്ല് ചെയ്ത് തരും. അതിൽ അവരുടെ പേരൊക്കെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് XY ന്നും ABCD ന്നും എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ടു പോവാം. നമുക്ക് അവരുടെ പേരിലല്ല കാര്യം, നമുക്ക് ആ ഡേറ്റയിലാണ് കാര്യം. ആ ഡേറ്റ കിട്ടിയിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ആ ഡേറ്റ നോക്കിയിട്ട് ചില പാരന്റ്സ് കുട്ടികളെ പണിഷ് ചെയ്യുന്നവരുണ്ടാവും, കുട്ടികളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നവരുണ്ടാവും, സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാത്തവരുണ്ടാവും, കുട്ടികളെ ഹോംവർക്കിൽ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാകും. ടീച്ചർമാരുടെ അടുത്ത് കുട്ടികൾക്ക് പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്ന പാരന്റ്സ് ഉണ്ടാവും, കുട്ടികളെ മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടാവും. അങ്ങനെ അങ്ങനെ പല പല ആ ഡേറ്റയിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാവും. ഡിഫറെന്റ് കൾച്ചറിലുള്ളവരുണ്ട്, അത് നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം. അതെ, അനലൈസ് ചെയ്തിട്ട് അതൊരു അനാലിസിസ് ആയിട്ട് നമ്മൾ എഴുതണം. പിന്നെ ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത്. ആ നമ്മുടെ സ്വന്തം ഒപ്പീനിയനും എഴുതണം. എന്നിട്ട് നമ്മൾ ഇത്രയും ഇന്റർവെൻഷൻ നടത്തിയതിൽ ഏതെങ്കിലും പാരന്റ്സിന് അവയർനെസ് കൊടുക്കേണ്ടതുണ്ടോ, അതാണ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. അങ്ങനെ അവയർനെസ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡണ്ണില് എഴുതണം. ചില പാരന്റ്സിന് ചില കാര്യങ്ങളിൽ അവയർനെസ് ഇല്ല, അപ്പൊ അവർക്ക് അത് കൊടുക്കണം എന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്താണോ മനസ്സിലാക്കി അതിനനുസരിച്ച് അത് എഴുതുക. നമ്മുടെ ഒപ്പീനിയൻ എഴുതുക. നമ്മുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ഞാൻ 5 പേരെ ഞാൻ കളക്ട് ചെയ്തുള്ളൂ. ഒരെണ്ണം എന്റെ ഫ്രണ്ട് ആയിരുന്നു, അവൾക്ക് 3 കുട്ടികളുണ്ട്, 2 ആൺകുട്ടികളും 1 മോളും. അവള് ഭയങ്കരമായി കുട്ടികളെ പണിഷ് ചെയ്യും. അത് മാത്രമല്ല അവരുടെ കുട്ടികളുടെ ഇൻട്രസ്റ്റിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കില്ല. ഞാൻ പറയുന്ന പോലെ അവർ ചെയ്താൽ മതി, ഞാൻ പറയുന്ന കോഴ്സിന് ചേർന്നാൽ മതി, ഞാൻ പറയുന്ന ജോലി അനുസരിച്ചുള്ള കോഴ്സ് സെലക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു പാരന്റ് ആയിരുന്നു. അവള് പറയണേ, എന്റെ കുട്ടിക്കാലത്ത് എന്റെ പാരന്റ്സ് എന്നോട് അങ്ങനെയായിരുന്നു, എന്നെ അവർ ഭയങ്കരമായി പണിഷ് ചെയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നല്ല കുട്ടിയായി വന്നതെന്നാണ് അവള് സ്വയം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളെ അതുപോലെ തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ എനിക്ക് അവൾക്കൊരു അവയർനെസ് കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ എനിക്ക് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങൾ നഴ്സറി തുടങ്ങി 10th വരെ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരുമിച്ച് പോവുക വരെയൊക്കെ ചെയ്തവരാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ അവളോട് കുറെ കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവള് അതെല്ലാം ശരിയാണെന്ന് സംഭവിച്ചു. പിന്നെ കുട്ടികളോടുള്ള അവളുടെ അപ്രോച്ച് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ നമുക്ക് അങ്ങനെ ഇടപെടാൻ പറ്റുന്ന ഇടങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് അത് അവിടെ ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റിപ്പോർട്ടിൽ എഴുതണം. പിന്നെ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ റിപ്പോർട്ട് എഴുതുമ്പോൾ റിപ്പോർട്ടിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ മാത്രമല്ലേ കാണുന്നുള്ളൂ, അവര് കാണുന്നില്ലല്ലോ. അവരെ കാണുന്നില്ല, അവരെ കാണിക്കേ വേണ്ട. ഈ പറയണ ഞങ്ങളും കാണുന്നില്ല. ഇത് നമ്മൾ തന്നെ സൂക്ഷിക്കുന്ന ഒരു സർവേയാണ്. അപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പോകുമ്പോ ഇങ്ങനെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും, സർവേയുടെ മാർക്ക്. എന്താ സർവേ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ടോപ്പിക് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാലഘട്ടത്തിൽ നോക്കിയാലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ അല്ലേ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചെയ്ത പല ട്രെയിനീസും പറഞ്ഞത് ഞങ്ങൾക്ക് കുറെ ഇടങ്ങളിൽ ആളുകൾക്ക് പലതും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റി എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തോന്ന് അറിയില്ല, സെക്ഷലി അബ്യൂസ് നേരിട്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ഈ ഒരു സർവേ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അത് വൈവ സമയത്ത് എന്നോട് ഷെയർ ചെയ്തതാണ്. ഭയങ്കര ആ കുട്ടിയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുന്ന ഒരു ട്രെയിനി ആയിരുന്നു. അപ്പൊ ഇതെന്നോട് പറഞ്ഞു, മാം എന്റെ ലൈഫിൽ ഞാൻ
മിസ് പോയോ? കേൾക്കാവോ എല്ലാവർക്കും? ഇല്ല, കേൾക്കണില്ല. കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ആർക്കും കേൾക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല കേൾക്കുന്നില്ല, സ്റ്റക്കായിപ്പോയി. ഞാനും ഇവിടെ തന്നെ പ്രോബ്ലം എഴുതി. 9 മണിയായല്ലേ? സമയം പോയത് പറഞ്ഞില്ല. എല്ലാരും പോണുണ്ടോ മറ്റന്നാ? ഞാൻ 23-ാം തീയതി ആണ് പോകുന്നത്. ആണോ വരുന്നേ? ഓക്കെ. അപ്പൊ അത് എല്ലാരും മിസ് ഉറപ്പിച്ചില്ല. ചെയ്യുമല്ലോ. ഇവിടെ മോനെ വീണ് ഒരു തലയ്ക്കൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അത് കൺഫേം ആയില്ലട്ട്. നമ്മളും ഇങ്ങനെ ഒന്നും ആയിട്ടില്ല. എല്ലാം ഇങ്ങനെ ധൃതി വെച്ച് ചെയ്തോണ്ടൊക്കെ ഇരിക്കുന്നു. പ്ലാനിങ് ഒക്കെ ഒന്നും ആയില്ല. സത്യത്തിൽ ഫ്രീ ആവുന്നില്ല. എന്ത് ചെയ്യും എന്നുള്ള ഇതിൽ നിൽക്കുവാണ്. നിങ്ങളൊക്കെ എങ്ങനെയാ തലേദിവസം വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞൊന്നും തീരുമാനമായില്ലത്. മുന്നൂറിയൊന്നും പറഞ്ഞില്ല എങ്ങനെയാ പോകുന്നുള്ളത്, എന്നാ ഒരു പോകുന്നത്. വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് ഷെയർ ചെയ്യണേ വർക്കിന്റെ. എടാ, എറണാകുളത്തിന് വേറെ ആരെങ്കിലും ഉണ്ടോ? നാഫില എവിടെയാ സ്റ്റേ ചെയ്യുന്നെന്ന് പറഞ്ഞേടാ നാഫി. നാഫില പോയോ? ഈ ഗ്രൂപ്പിലുള്ള ആരും പറവൂരാണ് പറയണ കേട്ടത്. ഉമ്മ ചേച്ചിയുടെ വീട്ടിലാണോ? ഉമ്മ ചേച്ചിയുടെ വീട്ടിലാണോ? അല്ലടാ, ഞാൻ അവൾക്ക് 2 പ്ലേസ് ഞാൻ അവിടെ ഓഫീസിൽ പറഞ്ഞിട്ട് അവര് ഇൻഫോം ചെയ്ത 2 പ്ലേസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൾക്ക്. അപ്പൊ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനായിരിക്കും എന്ന് വിചാരിക്കണം. നമ്മള് ഇതേപോലെ പ്ലാൻ ചെയ്തപ്പോഴേ പിന്നെ എല്ലാരും വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സ്റ്റേയുടെ കാര്യം ഒരിതായില്ല. അതാണ് പ്രശ്നം. ആ മോനെയൊക്കെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ പിള്ളേരെയൊക്കെ കൊണ്ടുവരണ്ടേ. ഇതാകുമ്പോ രാവിലെ ഇറങ്ങിയ 4 മണിക്ക് ബസ്സുണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് ഇവിടുന്ന്. പക്ഷെ അങ്ങനെ തിരിച്ചു എത്താതെ എറണാകുളത്ത് എത്തും. രേഷ്മ നീ വരത്തില്ലേ? കഴക്കൂട്ടത്തുനിന്നല്ലേ? എന്റെ കാര്യം തീരുമാനമില്ല. ഞാന് ട്രെയിൻ ഇപ്പൊ പോകുന്ന മെറ്റീരിയൽസ് എല്ലാം ട്രെയിൻ വേണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു അഭിപ്രായം. കാരണം ഒന്നാമത്തെ കേസ് ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടില്ല ട്രെയിനിൽ ഒറ്റയ്ക്ക്. മാം ജോയിൻ ആയിട്ടുണ്ട് പറയാം. നെറ്റ്വർക്ക് ഇഷ്യൂസ് അതാട്ടോ കട്ടായത്, എന്തോ ഒരു പ്രശ്നം. ഓക്കെ, മനസ്സിലായി. ജോലി ഉണ്ടോ? യെസ്. അപ്പൊ അതാണ് നമ്മുടെ സർവേയുടെ കാര്യം. ഫസ്റ്റ് അതിന്റെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ, നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്തതിനു ശേഷം പ്രിപ്പയർ ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫ്രണ്ട് ഷീറ്റ് വെക്കുക, സർവേയുടെ ടോപ്പിക് എഴുതുക, സബ്മിറ്റഡ് ബൈ എന്ന് പറഞ്ഞ റൈറ്റ് സൈഡ് കോർണർ നമ്മൾ പ്രോജക്ട് റിപ്പോർട്ട് ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ. അടുത്ത പേജ് പ്രിഫൈസ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ സർവേയുടെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പ്രിഫൈസ് കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ കണ്ടന്റ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് പേജ്, അതിൽ 1, 2, 3 എഴുതിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് ആദ്യത്തെ എയിം ഓഫ് ദ പ്രോജക്ട്, അത് നെക്സ്റ്റ് പേജിൽ എഴുതേണ്ടത് ആദ്യത്തെ എയിം ഓഫ് ദ പ്രോജക്ട്. അതിനുശേഷം മെത്തേഡ്, എന്ത് മെത്തേഡാണ് നമ്മൾ ഡേറ്റ കളക്ഷൻ ഉപയോഗിച്ചത്. ചിലപ്പോൾ നമ്മൾ ഫോൺ ചെയ്തിട്ട് ഫോം മുമ്പിൽ വെച്ച് ഫോൺ ചെയ്ത് നമ്മളായിരിക്കും ചോദിച്ച് ടിക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നേരിട്ട് അവർക്ക് കൊണ്ടു കൊടുത്ത് അവർ തന്നെയായിരിക്കും ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വീട് വിസിറ്റ് ചെയ്തോ, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ പോയി കാണും, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടോ, അല്ലെങ്കിൽ ഫോണിലൂടെ ചെയ്തു, നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണോ ഡേറ്റ കളക്ഷൻ ചെയ്തത് അതാണ് മെത്തേഡിൽ എഴുതേണ്ടത്. അപ്പൊ ഒന്നാമത്തെ പേജ് ഫ്രണ്ട് ഷീറ്റ്, രണ്ടാമത്തെ പേജിൽ പ്രിഫൈസ്, മൂന്നാമത്തേൽ ഇൻഡെക്സ് പേജ്, അതിൽ 1, 2, 3 എഴുതിയിട്ട് അടുത്ത പേജുകളിൽ വരേണ്ടതാണ്. അതിലൊന്നാമത്തതാണ് എയിം ഓഫ് ദ പ്രോജക്ട്, രണ്ടാമത്തത് മെത്തേഡ്, നമ്മളിത് ചെയ്യാൻ യൂസ് ചെയ്ത ഡേറ്റ കളക്ഷൻ ഉപയോഗിച്ച മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് ഡേറ്റ കളക്ഷൻ, നമ്മൾ കളക്ട് ചെയ്ത ഈ പേപ്പേഴ്സ്, പാരന്റ്സ് ഫില്ല് ചെയ്ത് തന്ന ഈ പേപ്പേഴ്സ് വെക്കണം ഡേറ്റ കളക്ഷനിൽ. അത് കഴിഞ്ഞിട്ട് അത് മുഴുവൻ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് നോക്കി നമ്മൾ ചെയ്ത അനാലിസിസ്, നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയതൊന്ന് ബ്രീഫ് ചെയ്ത് വെക്കണം. അതിന്റെ അടുത്തത് നമ്മുടെ സ്വന്തം ഒപ്പീനിയൻ അതാണ് അടുത്തത് എഴുതേണ്ടത്. അത് കഴിയുമ്പോൾ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ, എന്തെങ്കിലും ഇന്റർവെൻഷൻ അവയർനെസ് കൊടുക്കണോ, അതാണ് ആ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എഴുതേണ്ടത്. ചിലപ്പോൾ എല്ലാ പാരന്റ്സും നിങ്ങൾക്ക് കുഴപ്പമില്ല, എല്ലാവരും കുട്ടികളെ നല്ല രീതിയിൽ നോക്കുന്നു എന്നാണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എഴുതാം. there is no need of any intervention or awareness, all the parents are very positive forward or whatever it be, അങ്ങനെ എന്തെങ്കിലും എഴുതി അത് തീർക്കാം. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക, കൺക്ലൂഷൻ.
ഇതാണ് സർവേ ചെയ്യേണ്ടത്. ഓക്കെ, സർവേ 5 പേരിലായിട്ട് അവസാനിപ്പിക്കണമെന്നില്ല. കൂടുതൽ ചെയ്യണമെങ്കിൽ ചെയ്ത് ഡേറ്റ സൂക്ഷിക്കാം. സർവേ നമുക്ക് ഗ്രാഫ് പോലെ കാണിക്കാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഉണ്ടല്ലോ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പെർസെന്റേജിൽ കാണിക്കാം. അങ്ങനെയൊന്നും ഇതിൽ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ബട്ട് ഞാൻ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 4 പാരന്റ്സ് വലിയ കുഴപ്പമില്ലായിരുന്നു, ഒരു പാരന്റ് ആണ് ഇച്ചിരി ഇല്ലാതെ. അപ്പൊ ഞാൻ 90%, 10% എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിയിട്ട് അങ്ങനെ ഞാൻ അനാലിസിസ് എഴുതിയിട്ടുണ്ടായിരുന്നു, പെർസെന്റേജിന്റെ കണക്ക്. അതൊക്കെ ആകുമ്പോൾ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുമല്ലോ. നമ്മൾ ഇത്ര പെർസെന്റേജ് പേര് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത്ര പെർസെന്റേജ് പേരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ റിപ്പോർട്ടിന് കുറച്ചുകൂടെ ഇതാകാനായിട്ട് ആ രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷീറ്റിൽ എഴുതിയിട്ട് ഒരു ഫയലില് കീപ്പ് ചെയ്താൽ പോരെ മാം? സ്റ്റാപ്ലെയർ ഒന്നും അടിച്ചു വെക്കണ്ടല്ലോ, 5 എണ്ണം ഒരുമിച്ചോ അല്ലെ 10 എണ്ണോ അങ്ങ് ഒരുമിച്ച് സ്റ്റാപ്ലെയർ? ഞാനിങ്ങനെ ഒരു ഫയലിലാണ് വെച്ചിരിക്കുന്നത്, പക്ഷെ അത് അത്ര സേഫ് ഒന്നുമല്ല. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇങ്ങനൊരു ഫയലിന്റെ ഒരു ഇതുണ്ടല്ലോ, അതായിരുന്നു. അത് ഇത്തിരി ലൂസായി പോയി. ചില കുട്ടികള് സ്പൈറൽ ബൈൻഡിങ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാകുമ്പോ പിന്നെ വിട്ടുപോകില്ലല്ലോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോ സാറ്റർഡേ കാണാം കുറെ പേരെങ്കിലും. നിങ്ങളുടെ മാഗസീൻ ഒക്കെ എവിടെ വരെ? അത് കമ്പൽസറി അല്ല കേട്ടോ. ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമ്മളൊരു മാഗസീൻ അതുകൊണ്ട് ചോദിച്ചോന്ന് മാത്രം. ആകെ 2 ബാച്ചുകാർ അതിന് കുറച്ചും കൂടെ സമയം തരുമോ? കുറച്ചും കൂടെ നമ്മുടെ എൻഡ് ആകുമ്പോഴൊക്കെ മതി. അത് എപ്പോഴായത് സബ്മിഷൻ? കോൺവെക്കേഷൻ സമയത്താണ് അതിന്റെ ഒരു എന്താ പറയാ പ്രകാശനം അതൊക്കെ നമ്മൾ ചെയ്യാറ്. അപ്പോഴേക്കും ഇൻഷാല്ലാ തീരുമായിരിക്കും അല്ലേ ഗൈസ്? ആരൊന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും നമുക്ക് തീർക്കാം അല്ലേ? ഇത് മാൻഡേറ്ററി അല്ല കേട്ടോ, ജസ്റ്റ് ഒരു സജഷൻ ഞാൻ പറഞ്ഞു. ഇഫ് യു ആർ ഓക്കെ നിങ്ങൾക്ക് അത് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് ബാച്ച് 5th ബാച്ച് മാത്രമേ ചെയ്തുള്ളൂ. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല മാം, നമ്മൾ കുറെ പേര് ചെയ്തിട്ടുണ്ട്, മാഗസിന് വേണ്ടി കുറെ പേര് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിത്തിങ് എൽസ്? Yes. Okay, then wind up ചെയ്യാം. മാം, ഞാൻ ഇന്നാലും മാമിനെ വിളിച്ചില്ലായിരുന്നു, ഒരു ക്ലാസ് റൂം ഡെക്കറേഷന്റെ കാര്യം പറഞ്ഞ്. അവിടുത്തെ ഞാൻ മാമിനെ വിളിച്ചില്ലായിരുന്നോ? ഒരു ക്ലാസ് റൂം ഡെക്കറേഷന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇന്റേൺഷിപ്പിന് പോയ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞായിരുന്നു. ഒരു റീഡിംഗ് കോർണറിനെ കുറിച്ച് ഒരു ഐഡിയ ഇട്ട് കൊടുത്തു. അപ്പൊ ആ ടീച്ചറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് 3 ദിവസം പിന്നെ എന്നെ അഡീഷണൽ ആയിട്ട് വിളിച്ചായിരുന്നു. എൻ്റെ ഇന്റേൺഷിപ്പും കഴിഞ്ഞിട്ട് പിന്നെ 3 ദിവസം ടീച്ചർ എന്നെ വിളിച്ചിട്ട് എന്നെ കൊണ്ട് കുറേ വർക്കുകൾ, ഞാൻ ഇവിടുന്ന് നമ്മുടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സും പിൻ ടവറും എല്ലാം കൊണ്ടുപോയി കാണിച്ചിരുന്നു. അതൊക്കെ ടീച്ചറിന് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ചു. കുറേ അവർ ചാർട്ട് പേപ്പറിൽ കുറേ ഞാൻ ചെയ്തതുപോലെ തന്നെ എന്നെ കൊണ്ട് ചെയ്യിച്ചു. ടീച്ചർ വന്നിരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് ചെയ്തു. അവിടുത്തെ HM വന്നിരുന്ന് ചെയ്തു. പിന്നെ LKG UKG ക്ലാസ്സുകളെല്ലാം നമ്മൾ ചാർട്ട് എല്ലാം പേസ്റ്റ് ചെയ്യിച്ചു. പിന്നെ ഒരു ട്രീ പോലെ അവിടെ ഉണ്ടാക്കി, ഒരു റീഡിംഗ് കോർണർ സെറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഈ ക്ലാസ് ഉള്ളത് ടീച്ചറിന് അറിയാം, അതുകൊണ്ട് എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ചില്ല. ക്ലാസ് ഉള്ളല്ലേ സ്മയ എന്ന് പറഞ്ഞ് ബാക്കി ഞാൻ ലീഫും കാര്യങ്ങളും എല്ലാം ആ ട്രീക്ക് സെറ്റ് ചെയ്യേണ്ട എല്ലാം വെട്ടിക്കൊടുത്തു. പിന്നെ എന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഞാൻ വരാൻ നേരത്ത് എനിക്കൊരു 500 റുപ്പീസ് എനിക്ക് വെച്ച് തന്നു. അത് കൂടുതലാണോ കുറവാണോ എന്നുള്ളതല്ല, പക്ഷെ എനിക്കിത് ഭയങ്കര സന്തോഷമായി. അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അവരെ. കാരണം വെച്ചാല് അവര് മിസ് എന്താ പറയാ, സുമയാന്ന് തന്നെയല്ലേ പേര്, യൂസ് ചെയ്തു, ബട്ട് മിസ്യൂസ് ചെയ്തില്ല. അതെ അതെ, വേണമെങ്കിൽ ആ 500 തരാതിരിക്കായിരുന്നു അല്ലേ? അതെ അതെ അതെ. വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ മിസ് പറഞ്ഞു വേറൊന്നും വിചാരിക്കേണ്ട സമയത്ത് എന്റെ സന്തോഷമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അന്ന് എന്നോട് പറയുമ്പോഴേ എന്റെ കൺസേൺ അതായിരുന്നു, അയ്യോ ഇട്ട് കഷ്ടപ്പെടുത്തൂ എന്നൊക്കെയായിരുന്നു എന്റെ കൺസേൺ. ഹാപ്പിയാണ്. ഓക്കെ, വെരി ഗുഡ്.
Okay then. Hello. മാം. Okay, bye. ഗുഡ് നൈറ്റ് മാം. Good night, ma'am. Bye. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മാം. Thank you, ഗുഡ് ma'am. നൈറ്റ്. Bye. Bye. Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am. Good night. Good night. Wind up ചെയ്യാന്നേ മാം. Okay. Peace. Okay. Thank you, ma'am.